Bismillah, alhamdulillah, wassalatu wassalamu ala asyrafil rasulillah wa ala alihi wa ashabihi faizina bi ridwallah, amma ba'd. ഖത്തർ KMCC സ്റ്റേറ്റ് കമ്മിറ്റിയുടെ എന്നല്ല, ഖത്തറിലെ പ്രവാസി സമൂഹത്തിൻ്റെ തന്നെ ഏറ്റവും തലമുതിർന്ന നേതാക്കളിൽ പല പ്രമുഖരും ഉൾപ്പെടെ നമ്മളെല്ലാവരും ഇവിടെ ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഒരുപാട് കേട്ടത് വീണ്ടും കേൾക്കാനും പറഞ്ഞത് തന്നെ വീണ്ടും പറയാനും ഒക്കെ തന്നെയാണ്. അതിന് നമ്മളെ പ്രേരിപ്പിച്ചത് തങ്ങളോടുള്ള സ്നേഹവും തങ്ങൾ ഉയർത്തിപ്പിടിച്ച ഒരു ആശയത്തോടുള്ള പ്രതിബദ്ധതയുമാണ്. അള്ളാഹു അത് സ്വീകരിക്കുമാറാവട്ടെ. മുസ്ലിം ലീഗ് അതിൻ്റെ പതിറ്റാണ്ടുകളോളം അധ്യക്ഷ സ്ഥാനത്തിരുന്ന ഒരു നേതാവിന്റെ അനുസ്മരണം ഇതുപോലെ ഏതാനും ചില സംഗമങ്ങളിൽ ഒതുക്കിക്കൊണ്ടല്ല കൊണ്ടാടുന്നത്. ഒരുപക്ഷെ മറ്റൊരു നേതാവിനും ഇല്ലാത്ത ഏറ്റവും വലിയ വ്യതിരിക്തമായ ഒരു അനുസ്മരണമായിരിക്കും മുസ്ലിം ലീഗ് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വഫാത്തിനെ തുടർന്ന് ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. ബൈത്തുർ റഹ്മാൻ എന്ന പ്രഖ്യാപനത്തോടു കൂടി തങ്ങളുടെ വഫാത്ത് അവിസ്മരണീയമായിരിക്കുകയാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ സാമുദായിക പശ്ചാത്തലത്തിൽ മുമ്പ് നമ്മൾ കേട്ടിട്ടില്ലാത്ത വിധം വലിയ സാന്ത്വനത്തിന്റെ ആന്തോളനങ്ങൾ ഉണ്ടാക്കാൻ ബൈത്തുർ റഹ്മക്ക് സാധിച്ചു എന്നത് ഒരു മുസ്ലിം ലീഗുകാരൻ എന്ന നിലയിൽ അഭിമാനത്തോടു കൂടി ഞാൻ ഓർക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരുകയാണെങ്കിൽ നമ്മുടെ നേതൃത്വത്തിന് അതിനുള്ള കരുത്ത് തുടർന്നും ഉണ്ടാവുകയാണെങ്കിൽ ബൈത്തുർ റഹ്മാൻ എന്ന ആശയം മലപ്പുറം ജില്ലയുടെയും കേരളത്തിന്റെയും ഒക്കെ സീമകൾ അതിരുകളൊക്കെ ലംഘിച്ച് ദേശീയ തലത്തിൽ തന്നെ ഇപ്പോൾ തന്നെ നമ്മൾ ആസാമിലെ മുസാഫർ നഗറിലും ഒക്കെ ഒരുപാട് വീടുകൾ ഉണ്ടാക്കി കഴിഞ്ഞു. ദേശീയ തലത്തിൽ തന്നെ വലിയ അളവിൽ പാവങ്ങൾക്ക് ഒരു കൂര ഉണ്ടാക്കി കൊടുത്ത് വഫാത്തിന് ശേഷമാണെങ്കിൽ പോലും ഒരു ഇന്റർനാഷണൽ തലത്തിലുള്ള ഒരു അവാർഡോ മറ്റോ തങ്ങളുടെ പേരിൽ ബൈത്തുർ റഹ്മത്ത് ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് വലിയ പ്രത്യാശയോടുകൂടി ഞാൻ ഇവിടെ സ്മരിക്കുകയാണ്. പൊതുവെ അനുസ്മരണ സമ്മേളനങ്ങൾ ഈ അടുത്ത കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന അനുസ്മരണ അനുശോചന സമ്മേളനങ്ങളൊക്കെ സമൂഹത്തിന്റെ ഒരു പരിധിക്കപ്പുറം ഉയർന്ന തലത്തിൽ നിൽക്കുന്ന നേതാവാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് അവർക്കൊരു ആത്മീയ മത പശ്ചാത്തലം കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഇല്ലാത്തത് ഒരുപാട് ഉണ്ടാക്കി പറയാനും ഒരുപാട് പർവ്വതീകരണങ്ങൾ നടത്താനും ഇതെന്തോ സാധാരണക്കാർക്കൊന്നും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഉയരത്തിലുള്ള ഒരുപാട് കറാമത്തുകളും മറ്റും എടുത്തു പറയാനും മാത്രമായി ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നൊരു പ്രവണത അല്പമാണെങ്കിലും ഇല്ലാതില്ല. ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ ഔലിയാക്കളെ പറ്റിയുള്ള പഠനത്തെ സംബന്ധിച്ച് പരാമർശിക്കുമ്പോൾ കറാമത്തുകൾ കാണിക്കുന്ന ഔലിയാക്കളുടെ മർത്തബകളിൽ ഏറ്റവും താഴെക്കിടയിലുള്ളവരാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും കൂടുതൽ ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് സൽസ്വഭാവം കൊണ്ടാണ്. സൽസ്വഭാവത്തെക്കാൾ സ്വർഗത്തിൽ ആളുകളെ പ്രവേശിപ്പിച്ച മറ്റൊരു സംഭവം ഇല്ല എന്ന് മഹാനായ തങ്ങൾ സൽസ്വഭാവം ഉള്ളവരായിരുന്നു എന്ന് കേരളം ഒന്നടങ്കം സാക്ഷി നിൽക്കുന്ന ഒരു കാര്യമാണ്. ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുമ്പോൾ, അടിമകൾ അള്ളാഹു ഇഷ്ടപ്പെടുമ്പോൾ അള്ളാഹു അവരെ ചെയ്യുന്നത് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക എന്നതാണ്. സൽസ്വഭാവം ഉണ്ടെങ്കിൽ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളെയാണ്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകൾക്കാണ് നമ്മൾ അറബിയിൽ വലിയ ഔലിയ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ശിഹാബ് തങ്ങൾക്ക് കറാമത്തില്ല എന്നല്ല, അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ശിഹാബ് തങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹു കറാമത്തുകൾ കൊടുത്തിട്ടുണ്ടാകും. അത് അള്ളാഹുവിനും
അല്ലെങ്കിൽ അത് നേരിട്ട് അറിഞ്ഞ ആളുകൾക്ക് മാത്രം അറിയുന്ന കാര്യങ്ങളായിരിക്കാം. നമുക്കിപ്പോൾ ശിഹാബ് തങ്ങൾ എന്ന വ്യക്തി എങ്ങനെ ഈ ഒരു ജനമനസ്സുകളിൽ ഇത്ര ഉന്നതങ്ങളിലേക്ക് കയറിപ്പോയി എന്നത് ഒരു ചെറിയ അളവിൽ പഠിക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ് ഇവിടെ നമ്മൾ ഇപ്പോൾ നടത്തുന്നത്. അമാനുഷികമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് യഥാർത്ഥത്തിൽ നമ്മൾ അടിസ്ഥാനപരമായി തന്നെ തിരിച്ചറിയേണ്ടതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരുപാട് അമാനുഷിക സംഭവങ്ങൾ ഉണ്ടായിരുന്നു. മുഅ്ജിസത്തുകൾ എന്നതിനെ നമ്മൾ പറയും. ചന്ദ്രനെ പുലർത്തി കാണിച്ചു കൊടുത്തു. ഇസ്രായേൽ മേലാതെ അല്ലാഹുവിന്റെ റസൂൽ ആകാശാരോഹണം നടത്തി അല്ലാഹുവിനെ കണ്ട് തിരിച്ചു വന്നു. പക്ഷെ ഇസ്ലാമിന്റെ ഒരു പ്രബോധന ചരിത്രം ബുദ്ധിപൂർവ്വം നമ്മൾ പഠിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അമാനുഷിക സംഭവങ്ങൾ അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന അത്ര ഇസ്ലാമിലേക്ക് ആളുകളെ കൊണ്ടുവന്നിട്ടില്ല. ഒന്നുകൂടി പറഞ്ഞാൽ ഇസ്രാ മിഅ്റാജ് പറഞ്ഞ സമയത്ത് അള്ളാഹുവിന്റെ റസൂല് അവിടെയുള്ള മക്കാ മുശ്രിക്കീങ്ങളോട് ഇത് പറഞ്ഞപ്പോൾ കുറെ ആൾക്കാർ അവിശ്വാസികളാവാണ് ചെയ്തത്, തള്ളി പറയാണ് ചെയ്തത്. ചന്ദ്രനെ രണ്ടായി പിളർന്ന് കാണിച്ചു കൊടുത്തപ്പോ അതിന്റെ പേരില് വിശ്വാസം ത്യജിച്ച ആളുകൾ ഉണ്ടായിരുന്നു. മുഹമ്മദ് അലി തങ്ങൾ നമുക്കിടയിൽ ജീവിച്ച നമ്മുടെ ഒക്കെ ഓരോരുത്തർക്കും മാതൃകയാക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. തങ്ങളെ കുറിച്ച് ഓരോരുത്തരും അവരുടെ പരിധിയിൽ നിന്നുകൊണ്ട് പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ ഇത്തരം അനുസ്മരണ സംഭവങ്ങൾ, അനുസ്മരണ സംരംഭങ്ങൾ, സംഗമങ്ങൾ ഫലവത്താവുകയുള്ളൂ. പക്ഷേ അനുസ്മരിക്കണമെങ്കിൽ സ്മരണ വേണം. ഒരു 10-26 വയസ്സായ എനിക്ക് തങ്ങളോട് എങ്ങനെ സ്മരണയുണ്ടാവാനാണ്? ഇവിടേക്കുള്ള തങ്ങളോടൊക്കെ വളരെ വ്യക്തിപരമായി അടുത്ത് പെരുമാറിയിട്ടുള്ള നേതാക്കൾക്കൊക്കെ ഉള്ളതുപോലെയുള്ള ഒരു സ്മരണയൊന്നും എന്റെ കയ്യിലില്ല. പക്ഷേ ഞാനിവിടെ ശ്രമിക്കുന്നത് നമ്മളെയൊക്കെ മാതൃകയായ ജീവിതത്തിന്റെ ഹൃദയത്തിന്റെ തുടിപ്പായ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന വലിയ പ്രകാശഗോളത്തിന്റെ അകലങ്ങളിൽ പതിക്കുന്ന ചില രശ്മികളെങ്കിലും 40ാമത്തെ പേരക്കുട്ടിയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 40ാമത്തെ പേരക്കുട്ടിയാണ് മുഹമ്മദ് അലി തങ്ങൾ. ഈ അകലത്തിലാണ് പതിക്കുന്നതെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന വലിയ വ്യക്തിത്വത്തിന്റെ വ്യക്തിപ്രഭാവത്തിൽ നിന്ന് വരുന്ന ചില പ്രകാശ രശ്മികൾ നമ്മൾ തങ്ങളിലൂടെ കാണാൻ ശ്രമിക്കുകയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയപ്പോ പള്ളി പോലും ഉണ്ടാക്കുന്നതിന് മുമ്പ് അവിടെയുള്ള ക്രിസ്ത്യാനികളെയും യഹൂദികളെയും വിളിച്ച് അവരുടെ ഗോത്ര നേതാക്കന്മാരെ വിളിച്ച് 12 ക്ലോസ് എഴുതി മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഇല്ലാത്ത, അതുവരെ കേട്ടുകേൾവിയില്ലാത്ത സാമൂഹിക ഭദ്രതയുടെ പരസ്പരം ഒന്നിച്ചു നിൽക്കുന്നതിന്റെ കരാറിന്റെ മാതൃക കാണിച്ച അല്ലാഹുവിന്റെ റസൂലിനെ തങ്ങളിലൂടെ കാണാൻ ശ്രമിക്കുകയാണ്. തന്റെ സമുദായത്തിനുള്ളിൽ ഛിദ്രത, അനൈക്യം വരുമെന്ന് പേടിച്ച് തന്നോട് അയാൾ എങ്ങനെയാണ് ഇയാൾ എങ്ങനെയാണെന്ന് അഭിപ്രായം പറയാൻ വന്ന അനുചരന്മാരോട് ഒരാളെ കുറിച്ചും എന്നോട് തെറ്റ് നിങ്ങൾ പറയേണ്ട, അയാളോടുള്ള എന്റെ മനോഭാവം മാറിപ്പോയേക്കും എന്ന് പറഞ്ഞ് പിന്തിരിപ്പിച്ച അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളിലൂടെ കാണാൻ ശ്രമിക്കുകയാണ്. ആട്ടിയോടിച്ച മക്കയിൽ സ്വന്തം വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട നാട്ടുകാർ അവരുടെ മക്കയിൽ പട്ടിണിയാണെന്ന് കേട്ടപ്പോ വിശ്വാസികൾക്കിടയിൽ മദീനയിലെ അൻസാരികളും മുഹാജിറുകളും അടങ്ങുന്ന മുസ്ലിങ്ങൾക്കിടയിൽ പണപ്പിരിവ് നടത്തിയിട്ട് മക്കക്കാർക്ക് ധാന്യശേഖരം അയച്ചു കൊടുത്ത അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ ശിഹാബ് തങ്ങളിലൂടെ കാണാൻ ശ്രമിക്കുകയാണ്. മദീനയിൽ റുബൈദ എന്ന് പറയുന്ന വൈദ്യം അറിയുന്ന ഒരു പെണ്ണ് കടന്നു വന്നപ്പോ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, എനിക്കും വൈദ്യം പഠിക്കണം നബിയേ എന്ന്. വൈദ്യം പഠിക്കാൻ വേണ്ടി സ്വന്തം പത്നിയെ പറഞ്ഞയച്ച അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, വിദ്യാഭ്യാസത്തിന് ഇത്രയധികം പ്രാധാന്യം കൊടുത്ത അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുഹമ്മദ് അലി തങ്ങളിലൂടെ നമ്മൾ കാണാൻ ശ്രമിക്കുകയാണ്. മദീനയിലേക്ക് ഓരോ യുദ്ധവും യാത്രയും കഴിഞ്ഞ് കടന്നു വരുമ്പോ നബി വരുന്നുണ്ട് എന്ന് കേട്ട് ഓടിച്ചെന്ന് ഒട്ടകത്തിൽ മദീനയുടെ അതിരെത്തുന്നതിന് മുമ്പ് തന്നെ നബിയുടെ ഒട്ടകത്തിന്റെ കഴുത്തിലും പുറകിലും കയറിയിരുന്നിരുന്ന കുട്ടികളോട് കുശലം പറഞ്ഞ് കുട്ടികളുടെ പ്രവാചകനായി മാതൃക കാണിച്ച അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മുടെ തങ്ങളിലൂടെ നമ്മൾ കാണാൻ ശ്രമിക്കുകയാണ്. എല്ലാ എതിർപ്പുകൾ ഉണ്ടായിട്ടും കൊല്ലാൻ വേണ്ടി പരസ്യാഹ്വാനം ഉണ്ടായിരിക്കെ ഇദ്ഹബൂ ഇലാ മുഹമ്മദിൻ ഫഇന്ന മുഹമ്മദൻ യുഅതി അദാഅ മൻ ലാ യഖ്ശൽ ഫഖർ, നിങ്ങളൊക്കെ മുഹമ്മദിന്റെ അടുത്തേക്ക് പോയിക്കോളൂ, ദാരിദ്ര്യം
ഒരിക്കലും വരില്ല എന്ന് സമാധാനം ഉറപ്പ് കിട്ടിയവൻ എങ്ങനെയാണോ കൊടുക്കുന്നത് അതുപോലെ വാരിക്കോരി കൊടുക്കുകയാണ് മുഹമ്മദ്. അവന്റെ അടുത്തേക്ക് പോകൂ എന്ന് ആരെ കുറിച്ചാണോ പറഞ്ഞത് ആ നബിയെ നമ്മൾ മുഹമ്മദ് അലി തങ്ങളിലൂടെ കാണാൻ ശ്രമിക്കുകയാണ്. അമുസ്ലിങ്ങളുടെ വേദഭാഷയായ ഹീബ്രു ഭാഷ പോലും പഠിക്കാൻ സ്വന്തം തൊട്ടടുത്ത അനുചരനായ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെട്ട വിജ്ഞാന സ്നേഹിയായ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ ശിഹാബ് തങ്ങളിലൂടെ പഠിക്കാൻ ശ്രമിക്കുകയാണ്. ഇങ്ങനെ പോകുമ്പോൾ വ്യക്തിത്വത്തിന്റെ ഇത്തരം ചില ഭാവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും മഹാനായ ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായിട്ട് അധികാരത്തിൽ വന്നപ്പോഴായിരുന്നില്ല നമ്മുടെയൊക്കെ മനസ്സിലുള്ള സിംഹാസനത്തിൽ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കയറിയിരുന്നത് എന്ന്. നമ്മുടെ ICCയുടെ മിനിസ്റ്ററോട് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വൈകിപ്പോയതാണ്. അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വിഷയത്തിലേക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ ഭാരതത്തിന്റെ 2 മഹാമനീഷികളെ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ അദ്ദേഹത്തിന്റെ ചരമവാർഷികം നമ്മൾ ഒരു ദിവസം അധികം ജോലി ചെയ്തുകൊണ്ടാണ് സ്മരിക്കുന്നതെങ്കിൽ നമ്മുടെ മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ നമ്മൾ സ്മരിക്കുന്നത് മേൽക്കൂര ഇല്ലാത്തവർക്ക് മേൽക്കൂര ഉണ്ടാക്കി കൊടുത്ത്, അന്തി ഉറങ്ങാൻ, വെയിൽ തടുക്കാൻ, മഴ തടുക്കാൻ ഒരു കൂര ഇല്ലാത്തവർക്ക് കാരുണ്യത്തിന്റെ ഭവനം തീർത്തു കൊടുത്തുകൊണ്ടാണ്. ഈ ശിഹാബ് തങ്ങൾ കേരള ജനതയുടെ ഹൃദയാന്തരങ്ങളിൽ ഇത്ര ഉന്നതമായ ഒരു സ്ഥാനം നേടിയെടുത്തത് എങ്ങനെ ആയിരുന്നു എന്നാണ് നമ്മൾ ഇവിടെ പഠിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചതുപോലെ ശിഹാബ് തങ്ങളിലെ വ്യക്തിത്വത്തിന്റെ ഇത്തരം ചില ആഴങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നൊരു പാഠം, ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഉന്നതമായ സ്ഥാനം അദ്ദേഹം ആരോഹണം ചെയ്തത് മുസ്ലിം ലീഗിന്റെ അധ്യക്ഷ പദവിയിലേക്ക് ഉയർന്നു വന്നപ്പോഴായിരുന്നില്ല. ബഹുമാന്യനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുഹമ്മദ് അലി തങ്ങളെ സ്മരിച്ചുകൊണ്ട് എഴുതുന്നുണ്ട്, 1975 സ്വാതന്ത്ര്യ ദിനത്തോടടുത്ത ഒരു വെള്ളിയാഴ്ച, അന്നായിരുന്നു പൂക്കോയ തങ്ങളുടെ 40 പൂക്കോയ തങ്ങൾ വഫാത്തായി 40 ദിവസം പൂർത്തിയാക്കുന്ന ദിവസം അന്നായിരുന്നു. അന്ന് പാണക്കാട് എല്ലാ കുടുംബാംഗങ്ങളും കൂടി ചേർന്നിരുന്നു. മക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു. മുത്തുബീവി അടക്കമുള്ള പൂക്കോയ തങ്ങളുടെ സ്നേഹനിധിയായ സഹോദരി മുത്തുബീവി അടക്കമുള്ള എല്ലാവരും വീട്ടിനകത്ത് മറക്കപ്പുറത്ത് ഉണ്ടായിരുന്നു. പൂക്കോയ തങ്ങളുടെ സന്തത സഹചാരിയായിരുന്ന അഹമ്മദാജി മുഹമ്മദ് അലി തങ്ങളെ കൈപ്പിടിച്ചുകൊണ്ട് പൂക്കോയ തങ്ങളുടെ തറവാടിന്റെ കൊടത്തറക്കൽ തറവാടിന്റെ ആ വരാന്തയിലേക്ക് കൊണ്ടുവന്ന് പൂക്കോയ തങ്ങൾ മാത്രം അതുവരെ ഇരുന്നിരുന്ന പ്ലാസ്റ്റിക് കൊണ്ട് നെയ്ത കറങ്ങുന്ന കസേരയിൽ മുഹമ്മദ് അലി തങ്ങളെ ആനയിച്ചിരുത്തിയ അന്നാണ് യഥാർത്ഥത്തിൽ മുഹമ്മദ് അലി തങ്ങൾ ഈ ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പൂക്കോയ തങ്ങളുടെ മകനായി എന്നതാണ് മുഹമ്മദ് അലി തങ്ങളുടെ ഉയർച്ചയുടെ എല്ലാം വിധാനം എന്ന് നമ്മൾ പഠിക്കുമ്പോൾ തിരിച്ചറിയുന്നു. ബഹുമാന്യനായ തങ്ങൾക്ക് മറ്റൊരു രാഷ്ട്രീയ നേതാവിനും കടന്നെത്താൻ കഴിയാത്ത ഉയരങ്ങളിലേക്ക് പോകാൻ പറ്റി. ജനങ്ങൾ മന്ത്രിമാരെക്കാൾ തങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. മറ്റെല്ലാ നേതാക്കളും ഉണ്ടായിരിക്കെ തങ്ങളുടെ വാക്കിന് വേണ്ടി ജനങ്ങൾ സാഹൂതം കാതോർത്തു. എന്തുകൊണ്ട്? അഹ്ലുൽ ബൈത്ത് ആയതുകൊണ്ട് എന്ന് നമ്മൾ ഇവിടെ പറയുമ്പോൾ, ചരിത്രത്തിന്റെ ഒരുപാട് പിന്നാമ്പുറങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ ഇവിടെ പറയുമ്പോൾ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയും അത് തന്നെയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ 40 പരമ്പരയിൽ എപ്പോഴൊക്കെ ഇസ്ലാമിന്റെ അള്ളാഹുവിന്റെ റസൂലിന്റെ വ്യക്തിത്വം പ്രകടമായോ അവിടങ്ങളിലൊക്കെ ഇത്തരം സ്വീകാര്യതയും ഇത്തരം സ്ഥാനങ്ങളും സമൂഹം അവർക്ക് നൽകുകയുണ്ടായിട്ടുണ്ട്. ബഹുമാനനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അലി
സൈനുൽ ആബിദീൻ അലി ഇബ്നു ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നുള്ള ഒരു സുവർണ സംഭവം ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ സ്മരിക്കേണ്ടതാണ്. ഹിശാം ഇബ്നു അബ്ദുൽ മലിക് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭം, ഉമവി ഖലീഫമാരിൽ 10ാമത്തെ ആളാണ് ഹിശാം ഇബ്നു അബ്ദുൽ മലിക്. ഇസ്ലാമിക സാമ്രാജ്യം ഉമവി ഭരണ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നേടി അത്ര വിസ്തൃതി പിന്നെ നേടുകയുണ്ടായിട്ടില്ല. വലിയ രാജാവായിരുന്നു, വലിയ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായിരുന്നു അദ്ദേഹം. ഇദ്ദേഹം ഹെയർ അപ്പാരന്റ് ആയിട്ട് അടുത്ത സ്ഥാനാവകാശിയായിട്ട് ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഒരു ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി മക്കത്ത് ചെന്നത്. നമുക്കറിയാം, ഉമവി ഭരണകാലത്തിന്റെ ആസ്ഥാനം ദിമഷ്കാണ്, ഇന്നത്തെ സിറിയയിൽ വരുന്ന ഡമസ്കസ്. അവിടുന്ന് ഹിശാം ഇബ്നു അബ്ദുൽ മലിക് തന്റെ പരിവാരങ്ങളെ കൂട്ടിയിട്ട് മക്കത്ത് ചെന്നപ്പോ വിശ്വാസികൾ അവിടെ കഅബയെയും ഹജറുൽ അസ്വദിനെയും കണ്ട വിശ്വാസത്തിന്റെ ലഹരിയിൽ കിടന്ന് തിളക്കുന്ന സന്ദർഭമാണ്. അവർക്ക് വന്നത് രാജാവാകാൻ പോകുന്ന വലിയ രാജകുമാരനാണ്, ഹിശാം ഇബ്നു അബ്ദുൽ മലിക്കാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം കഅബയുടെ അടുത്ത് വന്ന് ഹജറുൽ അസ്വദ് മുത്താൻ വേണ്ടി എത്ര ശ്രമിച്ചിട്ടും ആളുകളുടെ തിക്കും തിരക്കും കാരണം അടുത്തേക്ക് വരാൻ കഴിയാതെ പിന്മാറേണ്ടി വരികയാണ് ചെയ്തത്. അവസാനം കൂടെയുള്ള ആളുകള് എവിടെ നിന്നൊക്കെയോ ചില ഇരിപ്പിടങ്ങളൊക്കെ സംഘടിപ്പിച്ച് ഒരു ഒഴിഞ്ഞ കഅബയുടെ കുറച്ച് അപ്പുറത്ത് മാറിയിട്ട് ഇയാൾക്കൊരു ഇരിക്കാനുള്ള സിംഹാസനം ഉണ്ടാക്കി കൊടുത്തു. ഇതേങ്ങനെ ആളുകൾ തവാഫ് ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിലാണ് സൈനുൽ ആബിദീൻ അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അലി റളിയല്ലാഹു അൻഹു തവാഫ് ചെയ്യാൻ വേണ്ടി ഈ ആളുകളുടെ ഒഴുക്കിലേക്ക് വന്നു ചേരുന്നത്. അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു തവാഫ് ചെയ്ത് ഹജറുൽ അസ്വദിന്റെ പരിസരത്തേക്ക് വന്ന ഉടനെ ആളുകൾ അദ്ദേഹത്തെ തിരിച്ചറിയുകയും പെട്ടെന്ന് എന്തോ തീപിടുത്തം വന്നതുപോലെ ആളുകൾ എല്ലാം മാറിക്കൊടുത്ത് അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഹജറുൽ അസ്വദ് സാവധാനത്തിൽ ആശ്വാസത്തോടു കൂടി മുത്താനും തൊടാനും ഉള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. ഇത് ഹിശാം ഇബ്നു അബ്ദുൽ മലിക്കിന്റെ കൂടെ ഡമസ്കസിൽ നിന്ന് വന്ന വലിയ പരിവാരങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. അവർക്ക് അത്ഭുതം തോന്നി ഈ കാഴ്ച കണ്ടിട്ട്. അവര് ചോദിച്ചു, ആരാണ് ഇയാള്? കാരണം രാജാവ് കയറി മുത്താൻ ശ്രമിച്ചപ്പോ മാറിക്കൊടുക്കാതിരുന്ന ആളുകളാണ്. ഒരാൾ കടന്നു വന്നപ്പോ ആരും ഒരു അറിയിപ്പും കൊടുക്കാതെ മാറി നിന്ന് എല്ലാം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു പോയിരിക്കുന്നത്. ഹിശാം ഇബ്നു അബ്ദുൽ മലിക്കിനോട് ആ ചോദ്യം വന്നപ്പോ അദ്ദേഹത്തിന് തോന്നി ഇത് ഇന്നയാളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ദിമഷ്കിലുള്ള ആളുകളൊക്കെ വിചാരിക്കുന്നു ഇന്നെക്കാളും വലിയ ആൾക്കാർ സാമ്രാജ്യത്തിൽ എന്ത് ചെയ്യുന്നു. ഇയാളിപ്പോ വേഗം പറഞ്ഞില്ല, എനിക്കറിയില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ രാജ പരിവാരങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഫറസ്ദഖ് എന്ന കവി, ഫറസ്ദഖ് ചില്ലറക്കാരനായിരുന്നില്ല, നിസ്സാരക്കാരനല്ല ഫറസ്ദഖ്. ഫറസ്ദഖ് ഉമവി ഭരണകാലഘട്ടത്തിലെ അറബി സാഹിത്യത്തിന്റെ കുലപതിയായിരുന്നു. ജരീർ, ഫറസ്ദഖ്, അഖ്തലി എന്ന ഈ കവിത്രയങ്ങൾ, മൂന്നാളുകൾ അറബി ഭാഷ ജീവിച്ചിരിക്കുന്ന കാലത്തോളം വിസ്മരിക്കപ്പെടാത്ത നാമങ്ങളാണ്. അറബി സാഹിത്യകാരന്മാർ പറയുന്നത് ഫറസ്ദഖ് ഇല്ലായിരുന്നെങ്കിൽ, ഫറസ്ദഖിന്റെ കവിത നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ അറബിയുടെ 1/3 ഭാഗം നഷ്ടപ്പെട്ടു പോകുമായിരുന്നു എന്നാണ്. അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു പ്രത്യേകത, നബി കുടുംബത്തോട് അദ്ദേഹത്തിന് എല്ലാത്തിന്റെയും അപ്പുറത്ത് സ്നേഹവും പ്രതിരോധവുമായിരുന്നു. ഹിശാം ഇബ്നു അബ്ദുൽ മലിക്കിനെ സ്തുതിച്ച് പാടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം കൂടെ വന്നിട്ടുള്ളത്. അതെല്ലാം മറന്ന് ആരാണിത് എന്ന് ചോദിച്ചപ്പോ എനിക്കറിയില്ല എന്ന് അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പറ്റി ഹിശാം പറഞ്ഞപ്പോ നിയന്ത്രണം വിട്ട് ഇയാൾ പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ ആരാണ് ചോദിച്ചത് എന്ന്. ഉടനെ കൂടെയുള്ള ആളുകൾ ചോദിച്ചു, ആരാണ് ആ അബൂ ഫിറാസ്, ആരാണ് അയാളെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുമെന്ന്. ഫറസ്ദഖ് കവിയാണ്. കവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലെ ഒരു വിഷയം കിട്ടാൻ വേണ്ടി മണിക്കൂറുകളോളം ആലോചിച്ച് പിന്നെ ഇരുന്ന് വേർഡിങ് നടത്തി എഡിറ്റ് ചെയ്ത് എഴുതുന്ന കവിയല്ല. സ്പോണ്ടാനിയസ് ആയിട്ട്, ഇംപ്രോവൈസ്ഡ് ആയിട്ട് അപ്പോ ആ നിമിഷത്തിൽ ഉണ്ടാക്കി കവിത പറയാൻ കഴിയുന്ന അറബി സാഹിത്യത്തിന്റെ അത്യുന്നതങ്ങളിൽ വിരാജിച്ചിരുന്ന ആളാണ്. അദ്ദേഹം വേഗം ഇവരോട് ചൊല്ലിക്കൊടുക്കുകയാണ്, നിങ്ങൾ ചോദിച്ചയാള് മക്കയും മക്കയുടെ അടുത്ത പ്രദേശങ്ങളും ഉൾപ്പെടുന്ന സ്ഥലത്തിന്
എന്നാണ് എന്ന് പറയാം. ഈ സ്ഥലങ്ങൾക്കൊക്കെ ഈ ഭൂമിക്ക് പോലും തിരിച്ചറിയുന്ന ഒരാളെ കുറിച്ചാണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്. ഈ നമ്മൾ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന കഅബക്കതറിയാം. കഅബയുടെ ചുറ്റുവട്ടങ്ങളും ഹറമും ഒക്കെയും ഇയാളെ തിരിച്ചറിയുന്നു. അതേ മുഹമ്മദ് അലി തങ്ങളെ മുസ്ലിങ്ങളുടെ മുഖ്യധാര ഒരിക്കലും നിഷേധിച്ച് കളയാൻ കഴിയില്ല. മുസ്ലിങ്ങളുടെ മുഖ്യധാര ഏതാണോ മുസ്ലിം സമൂഹത്തിന്റെ സമുദായത്തിന്റെ കേന്ദ്ര ബിന്ദുവായി നമ്മൾക്കിടയിലുള്ളത്, അവർക്കൊന്നും നിഷേധിക്കാൻ കഴിയാത്ത സാന്നിധ്യമായിരുന്നു മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ഞാൻ നൂറ്റാണ്ടുകൾക്ക് അപ്പുറം ഇപ്പുറം നിന്നിരുന്ന രണ്ട് വ്യക്തികളെ തമ്മിൽ അവരുടെ സ്വഭാവ ഗുണങ്ങളുടെ പേരിൽ ബന്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് അഹ്ലുൽ ബൈത്ത് ആയതുകൊണ്ടാണ് അവിടെയും ഇവിടെയും ഒരേ ഗുണങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഫറസ്തഖി തുടർന്ന് പറയുകയാണ്, ഈ അലി എന്ന മകൻ, ഇത് അള്ളാഹു ഭൂലോകത്ത് സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടികളിൽ സൃഷ്ടജാലങ്ങളിൽ മുഴുവൻ ഏറ്റവും ഉന്നതൻ ആരാണോ അവരുടെ മക്കളായി വന്നയാളാണ്. ഈ പുന്നാരമോൻ ഒരു ആരോപണങ്ങൾക്കും ഇതുവരെ വിധേയനാവാത്ത ശുദ്ധനായ നൈർമല്യം കൊണ്ട് പേരെടുത്ത സമൂഹത്തിന്റെ ആരാലും സമ്മതനായ നേതാവാണ്. ഒരിക്കൽ പോലും പാണക്കാട് തങ്ങൾക്ക് പതിറ്റാണ്ടുകളോളം രാഷ്ട്രീയത്തിൽ കിടന്ന് കുഴിഞ്ഞു മറിഞ്ഞിട്ടും ഒരിക്കൽ പോലും ഒരു തരത്തിലുള്ള ആരോപണവും നേരിടേണ്ടി വന്നില്ല. ഇത് ശുദ്ധനായ സരളനായ പരിശുദ്ധനായ നേതാവാണ്. ഇത് ഫാത്തിമാന്റെ മോനാണ്. നിനക്കതറിയില്ലെങ്കിൽ നീ രാജാവായിരിക്കാം, നിനക്കറിയില്ലെങ്കിൽ അറിഞ്ഞോളൂ, ഇത് ഫാത്തിമാന്റെ മോനാണ്. അവന്റെ വല്ലിപ്പനെ കൊണ്ടാണ് അവന്റെ വല്ലിപ്പയാണ് അള്ളാഹു ഭൂമിയിലേക്ക് മനുഷ്യരാശിക്കാകമാനം സന്ദേശമായി പറഞ്ഞയച്ച അള്ളാഹുവിന്റെ തിരുദൂതന്മാരുടെ ശൃംഖലയുടെ അവസാനത്തെ കണ്ണി. നീ ഇപ്പോ ഇതാരാ എന്ന് ചോദിച്ചു നിസ്സാരമാക്കിക്കൊണ്ട്. ആ ചോദ്യം കൊണ്ട് അദ്ദേഹത്തിന് ഒന്നും വരാൻ പോകുന്നില്ല. കാരണം അറബികൾ കൊന്നടങ്കം അറബി സമൂഹത്തിൽ എല്ലാ ഗോത്രക്കാർക്കും അറിയാം ഇതാരാണ് എന്ന്. നീ നിഷേധിച്ച് കളഞ്ഞ ആളെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അറബികളുടെ ഭൂമിശാസ്ത്ര പരിധികൾക്കപ്പുറം ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞ ആളാണ് അദ്ദേഹം. അതെ, നിഷേധിക്കാൻ കഴിയാത്ത എത്ര സാന്നിധ്യം. സൂര്യനെ നിഷേധിച്ച് കളയുന്നവൻ കിട്ടിയാവുകയാണ്. പകല് പുറത്തിറങ്ങിയിട്ട് ഉച്ചക്ക് ആകാശത്തേക്ക് ചൂണ്ടി സൂര്യൻ ഇല്ല എന്ന് പറഞ്ഞാൽ പറയുന്നവരല്ലാതെ ആരാണ് നിസ്സാരനാകുന്നത്? സൂര്യന്റെ സാന്നിധ്യം ആർക്ക് നിഷേധിച്ച് കളയാനാണ്? ഈ അദ്ദേഹത്തിന്റെ രണ്ട് കൈകൾ റിയാസും, അത് സഹായമാണ്. ആ സഹായത്തിന്റെ ഉപഭോക്താക്കൾ സമൂഹം മുഴുവനുമാണ്. എല്ലാവരും ആ സഹായം ഏറ്റ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ വീണ്ടും വീണ്ടും ചെന്ന് വീണ്ടും വീണ്ടും സഹായം മുട്ടി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ചോദിച്ചിട്ടും എത്ര നേടിയെടുത്തിട്ടും ആ സഹായം കൊണ്ട് അവസാനിക്കുന്നില്ല. അവസാനം വരെ അന്ധശ്വാസം വലിക്കുന്നത് വരെ പരിശുദ്ധ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്ന മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ സഹായം സമൂഹത്തിലെ ഓരോ കണ്ണികളും വാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. സഹലുൽ ഖലീഫത്തി വളരെ നിസ്സാരമായ വളരെ വിനയാന്വിതമായ സ്വഭാവത്തിന്റെ ഉടമയാണ്. ആ സ്വഭാവം എന്ത് പറയും, അത് എന്താകുമെന്ന് പേടിക്കേണ്ട ഒരു സംഭവമില്ല. സഹായികളായി തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ, ഞാൻ ഈ സംസാരം നടത്താൻ വേണ്ടിയിട്ട് ചില പ്രിപ്പറേഷൻ ഒക്കെ നടത്തുകയുണ്ടായി. മുഹമ്മദ് അലി തങ്ങളുടെ മകൻ മുനവറലി തങ്ങളുമായും മുനവറലി തങ്ങളുടെ ഭാര്യ അനിയ ബീവിയുമായി എന്റെ സഹോദരി ഉമ്മുൽ ഖൈറിലൂടെയും തങ്ങളോടൊപ്പം 8 വർഷം ജീവിക്കാൻ, ഒപ്പം നിന്ന് ജീവിക്കാൻ, തങ്ങളുടെ ഭാര്യ മരിച്ച 1 വർഷം ഭാര്യയെ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ബാക്കി ശ്രദ്ധിച്ച പെരിന്തൽമണ്ണക്കാരനായ അബ്ദുള്ളയുമായും ഒരുപാട് ദീർഘനേരം സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആണ് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ വന്നിട്ടുള്ളത്. നമ്മൾ തങ്ങളെ കുറിച്ച് പഠിക്കാൻ തയ്യാറാണ്. വെറുതെ അനുസ്മരിക്കുക എന്ന് പറഞ്ഞ് ചടങ്ങ് നടത്തിയിട്ട് കാര്യമില്ല. അബ്ദുള്ള പറയാണ്, സഹലുൽ ഖലീഫത്തി ലാ തുഖ്ശ ബവാദിറുഹു എന്ന് പറയുമ്പോൾ അബ്ദുള്ള പറഞ്ഞ വാക്കുകൾ എനിക്ക് ഓർമ്മ വരികയാണ്.
തങ്ങളെ കുറിച്ച് ഏറ്റവും അത്ഭുതം തോന്നിയ സന്ദർഭം എന്തായിരുന്നു അബ്ദുള്ള എന്ന് ചോദിച്ചപ്പോ അബ്ദുള്ള പറഞ്ഞു, അങ്ങനെ എനിക്ക് ഒറ്റയടിക്ക് പറയാൻ കഴിയില്ല, പക്ഷെ എനിക്ക് എന്നും അത്ഭുതം തോന്നുന്ന ഒരു സംഭവം, ഒരുപാട് ദീർഘയാത്രയൊക്കെ കഴിഞ്ഞ് വന്ന് കിടന്നതിന് ശേഷം ആളുകൾ വന്നു എന്ന് പറയാൻ വേണ്ടി എനിക്ക് പോകാൻ ഒരിക്കലും പേടി ഉണ്ടായിരുന്നില്ല എന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അത്ഭുതം വരുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു നോക്കും. നമ്മൾ ഒരുപാട് ക്ഷീണിച്ചു വന്നതിന് ശേഷം വീട്ടിലുള്ള ഭാര്യയാവട്ടെ മക്കളാവട്ടെ വീട്ടിൽ ഒരു സംസാരിക്കാൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ട് എന്ന് വെല്ലടിച്ച് പറയുമ്പോ വീട്ടുടമസ്ഥനായ നേതാക്കന്മാരായ നമ്മൾക്കൊക്കെ, നേതാവാവട്ടെ സാധാരണക്കാരായിട്ട് നമ്മൾക്കൊക്കെ ഉണ്ടാകുന്ന മാനസികാവസ്ഥ എന്താണ്? വീട്ടിൽ കൂടെ കഴിയുന്ന 8 വർഷത്തോളം കൂടെ കഴിയുന്ന അബ്ദുള്ളക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നില്ല എന്നതാണ് അവനെ സംബന്ധിച്ചിടത്തോളം അത്ഭുതം. സഹ്ലുൽ ഖലീഫത്തി വളരെ വിനയമുള്ള സ്വഭാവമാണ്. എന്ത് പറയും ഇപ്പൊ തങ്ങളോടത് പറഞ്ഞാൽ എന്ന് പേടിക്കേണ്ട ഒരു സന്ദർഭം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ തോന്നും ചിലപ്പോ ഈ കവിത തങ്ങളെ പറ്റിയുള്ളതാണ് എന്ന്. അല്ല, ഇത് അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറഞ്ഞതാണ്. പക്ഷേ അതെല്ലാം തങ്ങളിലും കാണുകയാണ്. കാരണം ഇത് അഹ്ലുൽ ബൈത്താണ്. യുസീനുഹുസ്നാനി, 2 കാര്യങ്ങളാണ് ഇവർക്ക് സൗന്ദര്യമേകുന്നത്. ഹുസ്നുൽ ഖുലുഖി, സൽസ്വഭാവമാണ് ഒന്ന്. വശിയമു, രണ്ടാമത്തത് പാരമ്പര്യമായിട്ട് കിട്ടിയ ചില ഗുണങ്ങളാണ്. ശീമത്താണ്, പൂക്കോയ തങ്ങളുടെ മകനായതുകൊണ്ട് നേടിയെടുത്ത ഗുണങ്ങളുണ്ട്. പിന്നെ പൂക്കോയ തങ്ങളുടെ മകനായതുകൊണ്ട് നന്നായി കൊള്ളണമെന്നില്ല, ആളുകൾ സ്വീകരിച്ചു കൊള്ളണമെന്നില്ല, സൽസ്വഭാവമാണ്. ഈ 2 ഗുണങ്ങളാണ് അവർക്ക് സൗന്ദര്യമേകുന്നത്. ആളുകളുടെ ഭാരങ്ങൾ പേറുന്ന ചുമട്ട് തൊഴിലാളിയായിരുന്നു തങ്ങൾ. ജനങ്ങളുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്ന ഹമ്മാലികൾ നമ്മൾ പറയാറില്ല, ചുമട്ട് തൊഴിലാളിയായിരുന്നു തങ്ങൾ. ഇതൊക്കെ അവര് പ്രയാസങ്ങൾ നേരിടുന്ന സമയത്ത് തങ്ങള് സുന്ദരമായ സ്വഭാവ ഗുണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അല്ലാഹു ചെയ്ത നിഅമത്തുകൾ തങ്ങളിൽ കാണുമ്പോൾ അതിനൊരു സൗന്ദര്യം പോലെ നമുക്ക് ആസ്വദിക്കുകയാണ്. അല്പം സമയം മുമ്പ് ഇവിടെ ഷാഫിയാജിക്ക സംസാരിക്കുകയുണ്ടായി. തങ്ങൾക്ക് ബെൻസ് കാർ കിട്ടിയതിന്റെ സൗന്ദര്യം അത് അതുപോലെ കടന്നു പോവുകയാണ്. തങ്ങൾക്ക് ഓരോരുത്തർ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യുമ്പോൾ കൊടുക്കുന്ന ആഭരണ കൂമ്പാരങ്ങൾ ഏതൊക്കെയോ ആളുകളുടെ അടുത്തേക്ക്, അതിൽ പാവങ്ങൾ ഉണ്ടാവാം, പണക്കാരുണ്ടാവാം, ഒരു പ്രശസ്തിയും ഇല്ലാത്തവരുണ്ടാകാം, ആവശ്യം എന്തായാലും വന്നത് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് അള്ളാഹു ചെയ്തു കൊടുത്ത നിഅമത്തിന്റെ സൗന്ദര്യം. അത് അതിന്റെ കയ്യിൽ വരുമ്പോഴുള്ള സൗന്ദര്യം അത് ആവശ്യ സ്ഥലങ്ങളിലേക്ക് കൈമാറി പോകുമ്പോഴാണ്. ആ 2 കൈകളിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ വരുമ്പോൾ അതിന്റെ സൗന്ദര്യം സിദ്ധിക്കുകയാണ്. തങ്ങൾ ഒരിക്കലും ഇല്ല, നടക്കൂല, എന്റെ അടുത്ത് ഇല്ല, പറ്റൂല എന്ന് പറഞ്ഞിട്ടില്ല. നോന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. കത്തു ഒരിക്കലും അത് ഉച്ചരിക്കുന്നത് കേട്ടിട്ടില്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ, അല്ലാഹു അല്ലാതെ ഇലാഹില്ല, ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാണ് എന്ന് പറയുമ്പോഴുള്ള ഒരു ലാ അല്ലാതെ ഇവരൊരു ഒരാളോടും എന്നെ കൊണ്ട് പറ്റൂല, ഞാൻ തരില്ല എന്ന വർത്താനം അവരുടെ വാക്കിൽ നിന്ന് വന്നിട്ടില്ല. ലൗല തശഹുദു, ഇനി തശഹുദിൽ ഷഹാദത്ത് കലിമ ചൊല്ലുമ്പോൾ ലാ എന്നൊരു വാക്കില്ലായിരുന്നെങ്കിൽ കാനത് ലാഹു നാമു, അവരുടെ നോ പോലും യെസ്സായി മാറുമായിരുന്നു. അമ്മൽ ബരിയത ബിൽ ഇഹ്സാനി, ആളുകൾക്ക് സഹായം ചെയ്യുമ്പോൾ ഒരു സീമകളും അവർ പാലിച്ചില്ല. മതത്തിന്റെയോ ഭാഷയുടെയോ ദേശത്തിന്റെയോ വർഗത്തിന്റെയോ എല്ലാ സീമകൾക്കും അതീതമായ ആളുകൾക്ക് സഹായം ചെയ്തു കൊടുത്തപ്പോ ഈ സമൂഹത്തിൽ നിന്ന് അകന്നകന്നു പോയി ആളുകളുടെ പ്രശ്നങ്ങളൊക്കെ ദൂരീകരിക്കപ്പെട്ടു. പ്രശ്നങ്ങൾ വന്നപ്പോ ഉറച്ചു നിന്നു. വലിയ വെല്ലുവിളികൾ വന്നപ്പോ സംയമനത്തിന്റെ ഏറ്റവും വലിയ വിജയതന്ത്രങ്ങൾ സമൂഹത്തിന് മന്ത്രിച്ചു കൊടുക്കാൻ തങ്ങൾക്ക് സാധിച്ചപ്പോ സമൂഹത്തിന് നേരിടേണ്ടി വരുന്ന വലിയ വെല്ലുവിളികൾക്ക് പരിഹാരമായി. നേതാക്കന്മാരുടെ ഗോത്രമായ ഖുറൈശികൾ എങ്ങാനും ഇയാളെ കാണുകയാണെങ്കിൽ, അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കാണുകയാണെങ്കിൽ, ഇലാ മകാരിമി ഹാദാ ഖാല ഖായിലുഹാ ഇലാ മകാരിമി ഹാദാ യന്തഹിൽ കറമു, അവരുടെ കൂട്ടത്തിൽ സംസാരിക്കാൻ ആരെങ്കിലും മുതിരും അവർ പറയും, ഇതാ ഇയാളുടെ അടുത്താണല്ലോ ഔന്നത്യങ്ങൾ മഹത്വങ്ങൾ മുഴുവൻ ഇയാളിൽ ചെന്നാണല്ലോ അവസാനിക്കുന്നത് എന്ന് ഏറ്റവും വലിയ രാഷ്ട്രത്തിന്റെ നായകന്മാരായ രാഷ്ട്രീയക്കാരും നേതാക്കളും എല്ലാം എടുത്തു പറയുമെന്ന് ശിഹാബ് തങ്ങളുടെ വഫാത്തിന്റെ തുടർന്നുള്ള ദിവസങ്ങളിൽ അനുശോചന സമ്മേളനങ്ങളിലും പുസ്തകങ്ങളിലും നമ്മൾ ഏറെ വായിച്ചതാണ്. വിനയം കൊണ്ട് ലജ്ജ കൊണ്ട് കണ്ണു താഴ്ത്തിയിരിക്കും, ലജ്ജ പ്രകടിപ്പിക്കും.
സംസാരിക്കാൻ വേണ്ടി ഇന്റർനാഷണൽ സമ്മേളനം നടത്തിയപ്പോൾ അവിടെ തങ്ങളുടെ ക്ലാസ്മേറ്റായി അല്ലസറിൽ പഠിച്ചിരുന്ന ഒരു ബഹ്റൈൻകാരി ഒരു സ്ത്രീ വന്നിരുന്നു. അവര് സംസാരിച്ച് തുടങ്ങിയത് തന്നെ അങ്ങനെയാണ്. ഞാനൊരിക്കൽ ബഹ്റൈനിൽ എന്ന സമയത്ത് എനിക്കൊരു കോള് വന്നു. മറുതലക്കൽ മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരാളായിരുന്നു. നിങ്ങൾ എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരെ പ്രസംഗം തുടങ്ങുന്നത്. അവര് പറയുകയാണ്, ഞാൻ എങ്ങനെ അദ്ദേഹത്തെ മറക്കാനാണ്, ആ വളരെയധികം ലജ്ജ കാണിച്ചിരുന്ന ആ ഒരു യുവാവിനെ ഞാൻ എങ്ങനെ മറക്കാനാണ്. ക്ലാസ്മേറ്റായി പഠിച്ചിരുന്ന കുട്ടികൾ പോലും അദ്ദേഹത്തിന്റെ ഗുണമായി കണ്ടത് ലജ്ജയായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സഹാബത്ത് പറയുന്നുണ്ട്, കാന അക്സറു ഹയാഅൻ മിനൽ അദ്റാഇ എന്ന് ഔകമാ ഖാല റളിയല്ലാഹു അൻഹു. ഒരു കന്യക അവരുടെ മണിയറയിൽ അകത്ത് എത്ര നാണത്തോടു കൂടിയാണോ ഇരുന്നിരുന്നത് അതിനേക്കാൾ വലിയ ലജ്ജയായിരുന്നു അല്ലാഹുവിന്റെ റസൂലിന് എന്ന് സഹാബത്ത് നബിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ ലജ്ജ കൊണ്ട് വ്യക്തിത്വം രൂപപ്പെടുത്തിയ ആളായിരുന്നു. ലജ്ജ ദീനിന്റെ ഏറ്റവും വലിയ സ്വഭാവമാണ് എന്ന ഹദീസും കാണാം. യുഗ്ലി ഹയാഅൻ, ലജ്ജ കൊണ്ട് അദ്ദേഹം വല്ലാണ്ട് സംസാരിക്കാതെ ഒതുങ്ങി നിൽക്കുന്ന പ്രകൃതമായിരുന്നു. എന്നാൽ മറ്റുള്ളവരാണെങ്കിലോ അവരുടെ ആ വ്യക്തിത്വത്തിന്റെ പ്രഭാവം കൊണ്ട്, മഹാബത്ത് കൊണ്ട് മറ്റുള്ളവരും തങ്ങളുടെ മുമ്പിൽ ലജ്ജിച്ചണിയിക്കുക. അലിയുല്ലാഹിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഹുസൈനുല്ലാഹിന്റെ മകൻ അലിയുല്ലാഹിന് ഓരോന്നും അക്ഷരവൃത്തി തങ്ങളെ പറ്റിയല്ലേ പറയുന്നത്. യുഗ്ലാമി മഹാബത്തിഹി, ഈ വ്യക്തിപ്രഭാവം കൊണ്ട് മറ്റുള്ളവർ അവരുടെ മുമ്പിൽ തങ്ങളുടെ മുമ്പിൽ തലകുനിച്ചിരിക്കും. പുഞ്ചിരിക്കുമ്പോഴല്ലാതെ അദ്ദേഹത്തോട് ഒരാൾക്കും സംസാരിക്കാൻ കഴിയില്ല. ഏതൊരാൾ സംസാരിക്കുമ്പോഴും പുഞ്ചിരിക്കുക മാത്രമേ തങ്ങളിൽ നിന്നുള്ള പ്രതികരണം ഉണ്ടാവുകയുള്ളൂ. തങ്ങളുടെ പുഞ്ചിരിയെ പറ്റി എത്ര സുന്ദരമായ ഭാഷയിലാണ് മലയാളി സമൂഹം ഒന്നടങ്കം എഴുതിയതും പറഞ്ഞതും. ഇതെല്ലാം അദ്ദേഹം സംസാരിക്കപ്പെടുകയില്ല. അദ്ദേഹം പുഞ്ചിരിക്കുമ്പോഴല്ലാതെ കഅബയുടെ ചാരത്തേക്ക് ഹജറുൽ അസ്വദ് മുത്താൻ വേണ്ടി കടന്നു വരുമ്പോ ഹജറുൽ അസ്വദ് സ്വന്തം അങ്ങോട്ട് ചെന്ന് തങ്ങളുടെ കൈപ്പടം മുത്താൻ വേണ്ടി അങ്ങോട്ട് പോകാൻ പോകുന്നത് പോലെയുണ്ടല്ലോ എന്ന് കവി സുന്ദരമായ ഭാവനയോട് കൂടി ആളുകൾ മാറി നിന്ന് കൊടുത്തതിനെ വിശേഷിപ്പിക്കുകയാണ്. അല്ലാഹു ശറഫഹു, ഇവരെ ഉന്നതരാക്കിയത് വേറെ ആരുമില്ല. അല്ലാഹു ശറഫഹു, അല്ലാഹുവാണ്. ഇദ്മൻ, അത് ആദ്യം തീരുമാനിച്ചതാണ്. അല്ലാഹു ബഹുമാനിച്ചിട്ടുണ്ട്. അല്ലാഹു ലൗഹുൽ മഹ്ഫൂദിൽ പണ്ട് എഴുതി വെച്ചതാ. ഇതൊക്കെ ആദ്യം തീരുമാനിച്ചു വെച്ചതാ. അല്ലാഹു റസൂലിന്റെ കുടുംബത്തിൽ ജനിക്കാനും പൂക്കോയത്തങ്ങളുടെ മകനായി വരാനും ആ സ്വഭാവങ്ങളൊക്കെ സിദ്ധിക്കാനും ആളുകളെ സ്നേഹിക്കാനും ഒക്കെ അള്ളാഹു ആദ്യമേ തീരുമാനിച്ചു വെച്ചതാണ്. അസൂയപ്പെട്ടിട്ട് അതിൽ കാര്യമൊന്നുമില്ല. അയ്യുൽ ഖലാഇഖി ലൈസത് ഫീ ലിഖാബിഹിമു ലിഅവ്വലിയതി ഹാദാ ഔ ലഹുനിയാനു. ഏത് സമൂഹത്തിൽ ഏതൊരു വ്യക്തിക്കാണ് ഇവരോട് എന്തെങ്കിലും ഒരു കടപ്പാടില്ലാത്തത്? ഇവരുടെ കുടുംബത്തിൽ നിന്ന്, ഇവരുടെ വല്യപ്പയുടെ വീട്ടിൽ നിന്നല്ലേ, അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ നിന്നല്ലേ നമ്മളൊക്കെ ഇപ്പോ വിശ്വാസത്തിന്റെ വലിയ ആളുകളായിട്ട് മുന്നിട്ട് നിൽക്കുന്നത്? ഇവരോട് എന്തെങ്കിലും ഒരു അർത്ഥത്തിൽ കടപ്പെടാത്ത ഏതൊരാളാണുള്ളത്? മൻ യശ്കുരില്ലാഹ യശ്കുർ അവലിയതല ഫദ്ദീനു മിൻ ബൈതി ഹാദാ നാലഹുൽ ഉമ്മമു. അള്ളാഹുവിനോട് നന്ദി പറയുമ്പോൾ ഇവരോടും വേണം കുറച്ച് നന്ദി പറയാൻ. കാരണം അള്ളാഹുവിനോട് നിങ്ങളെ ബന്ധിപ്പിച്ചത് ഇവരുടെ കുടുംബമാണ്. മിൻ മഹ്ശരിൻ ഹുബ്ബുഹും ദീനുൻ വബുഗ്ദുഹും കുഫ്റുൻ വഖുർബുഹും മൻജാ വമഹ്തസമു. ചില ആളുകൾ അവരെ സ്നേഹിക്കുന്നത് ദീനും അവരെ വെറുക്കുന്നത് കുഫ്റുമായി മാറും. അത്തരത്തിൽപ്പെട്ട ആളുകളാണ് ഇവർ. അഹ്ലുൽ ബൈത്തിനെ സ്നേഹിക്കുന്നത് ദീനാണ്, അവരെ തള്ളി പറയുന്നത് നിഷേധമാണ്, കുഫ്റാണ്. അതിൽപ്പെട്ടയാളാണ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. കുഫ്റുൻ വഖുർബുഹും മൻജ, തങ്ങളോട് അടുത്തിങ്ങനെ ഒട്ടിച്ചാടി നിന്നു കഴിഞ്ഞാൽ അത് മഞ്ചയാണ്, രക്ഷപ്പെടാനുള്ള കപ്പലാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അഹ്ലുൽ ബൈത്തിനെ പറ്റി വിശേഷിപ്പിച്ചത് നൂഹ് നബിയുടെ കപ്പൽ എന്നാണ്. അതിൽ നിന്ന് കഴിഞ്ഞാൽ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ പാണക്കാട് തങ്ങളുടെ നേതൃത്വത്തിന്റെ കീഴിൽ കൂടെ നിൽക്കുകയാണെങ്കിൽ പിന്നെ പേടിക്കാനൊന്നുമില്ല, നമ്മൾ സുരക്ഷിത പാതയിലാണ്. സമൂഹത്തിലെ തഖ്വയുടെ പണ്ഡിതന്മാരുടെ, ശുദ്ധ നേതാക്കന്മാരുടെ ഒരു എണ്ണൽ, ഒരു കൂട്ടം ഒന്നിങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തുകയാണെങ്കിൽ ഏറ്റവും മുന്നേ തന്നെ നിൽക്കാനുണ്ടാവുക ഇവർ തന്നെയായിരിക്കും. ദീനിന്റെ തഖ്വയുടെ നേതാക്കന്മാരുടെ ഒരു കൂട്ടം ഉണ്ടാക്കുമ്പോൾ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നതും പാണക്കാട് തന്നെയായിരിക്കും. ഔ ഖീല മൻ ഖൈറു അഹ്ലിൽ അർളി
ആരാണ് നാട്ടിലെ ഏറ്റവും നല്ല ആളുകൾ, കേരളത്തിലെ ഏറ്റവും നല്ല ആളുകൾ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ചൂണ്ടിക്കൊടുക്കാനുള്ളതും ആളുകൾക്ക് എല്ലാവർക്കും ഒരുപോലെ സുസമ്മതനായ കുടുംബം അതും പാണക്കാട് തങ്ങളെയാണ്. അവര് കൈകളിങ്ങനെ തുറന്നു വെച്ചു കൊടുക്കുകയാണ്. ഗേറ്റ് മലക്കെ തുറന്നിരിക്കുകയാണ്. സമയവും സന്ദർഭവും നോക്കാതെ എല്ലാവർക്കും ഒരു വേർതിരിവും ഇല്ലാതെ തുറന്നിരിക്കുകയാണ്. അവര് പ്രയാസങ്ങളാണ്, ക്ഷീണമുണ്ട്, സാമ്പത്തികമായ ക്ഷീണമുണ്ടായത് കൊണ്ട് പാണക്കാട് നിന്ന് വരുന്നവർക്ക് അർഹിക്കുന്ന ആളുകൾക്കൊന്നും കിട്ടാതിരിക്കാറില്ല. അവരുടെ കയ്യിൽ പണം ഉണ്ടായാലും ശരി, പ്രയാസത്തിലാണെങ്കിലും ശരി, അവരുടെ കൈകൾ എന്നും തുറന്നിരിക്കുന്നതാണ്. ഇത് അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറം വന്ന മുഹമ്മദ് അലി തങ്ങളിലൂടെ നമ്മൾ അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കാണുകയാണ്. അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നതിലൂടെ മഹാനായ പ്രപഞ്ചത്തിന്റെ വെളിച്ചമായ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന പ്രോജ്വല താരത്തിന്റെ അകലങ്ങളിൽ പതിക്കുന്ന രശ്മികൾ കേരളത്തിന്റെ മണ്ണിലും നമ്മൾക്ക് ദർശിക്കാൻ കഴിയുകയാണ്. ഈ തങ്ങൾ എങ്ങനെയായിരുന്നു, തങ്ങളുടെ വ്യക്തിത്വത്തിന്റെ തലങ്ങൾ എങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് നമുക്ക് ഓരോ ഭാഗങ്ങളായി പഠിക്കാൻ ശ്രമിക്കുകയാണ്. ഒന്നാമതായി ഒരാളെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം അയാളുടെ ഏത് ഗുണമാണ് നമുക്ക് പഠിക്കേണ്ടത്? അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലി അന വഅന ഖൈറുക്കും ലി അഹ്ലി. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആൾ ആരാണ് എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള ഉത്തരം ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി. ആരാണോ സ്വന്തം കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവൻ അവനാണ് നിങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും നല്ലത്. അപ്പോൾ ഒരാളുടെ വ്യക്തിത്വം ഏറ്റവും നല്ലതാണ് എന്ന സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് അയാൾ സ്വന്തം വീട്ടിൽ നന്നാകുമ്പോഴാണ്. സ്റ്റേജിൽ വന്ന് പ്രസംഗിക്കാനും ആളുകൾക്ക് മുമ്പിൽ വളരെ ഇസ്തിരിയിട്ട് സംസാരിക്കാനും ഒക്കെ എളുപ്പമാണ്. പക്ഷെ വീട്ടിനകത്ത് ചെല്ലുമ്പോൾ ആ വ്യക്തിത്വം നിലനിർത്താൻ അത് ഉള്ളിലുണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. മുഹമ്മദ് അലി തങ്ങൾ വീട്ടിനകത്ത് എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിന്റെ ഏറ്റവും ആധികാരികമായ സോഴ്സുകളോട് തന്നെ ബന്ധപ്പെടുകയും വിശദമായി പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ പത്നി ഫാത്തിമ ബീവി, തങ്ങളുടെ വഫാത്തിന് മുമ്പ് തന്നെ വഫാത്തായ ഫാത്തിമ ബീവി ആയിരുന്നല്ലോ ദീർഘകാലം തങ്ങളുടെ പത്നിയാകാൻ, ഭാര്യയാകാൻ ഭാഗ്യം ശ്രദ്ധിച്ച സ്ത്രീ. അവരോട് തങ്ങളുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ തങ്ങളുടെ മരുമകൾ ഹനിയ ബീബി പറയുന്നത്, ഹനിയ ബീബിയോട് ചോദിച്ചു, എങ്ങനെ അവർ തമ്മിൽ നല്ല തമാശയും കളിയൊക്കെ പറഞ്ഞിട്ടായിരുന്നോ, എങ്ങനെ അവർ തമ്മിലുള്ള പെരുമാറ്റം ഉണ്ടായിരുന്നത് എപ്പോഴും? അപ്പൊ അതിനെക്കുറിച്ച് മറുപടി പറഞ്ഞത്, ഒരു തമാശ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അവർ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയുടെ സൗഹൃദത്തിന്റെ പാരവെപ്പുകൾ വെച്ചിട്ടും ഒരു സ്നേഹോഷ്മളമായ അന്തരീക്ഷത്തിലായിരുന്നു അവരുടെ അപൂർവ സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നത്. അപൂർവം എന്ന് പറയുന്നത് വീട്ടിൽ തങ്ങൾ ഉണ്ടാവുക അപൂർവമാണ്. അവസാനം വരെ ആ സ്നേഹം നിലനിർത്താനും ആ ദമ്പതികൾക്ക് സാധിക്കുകയുണ്ടായി. അവസാനമായിട്ട് അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി പോകുന്ന സന്ദർഭമാണല്ലോ അവർ അവസാനം കണ്ടത്. ഈ യാത്രയുടെ സമയത്ത് തങ്ങൾ ചോദിച്ചു ഭാര്യയോട്, ഫാത്തിമ ബീവിയോട്, നീ കൂടെ പോരുന്നില്ലേ എന്ന്. അവര് പറഞ്ഞു, അവർക്ക് കാലിന്റെ മുട്ടിന് തരിപ്പ് വരുന്നൊരു അസുഖമുണ്ടായിരുന്നു ആ സമയത്ത്. ഞാനിപ്പോ വന്നാൽ എന്റെ തടി കൊണ്ട് പറ്റില്ല, ആരോഗ്യം സമ്മതിക്കില്ല, അതുകൊണ്ട് തങ്ങള് അമേരിക്കയിൽ പോയി വരുമ്പോഴേക്കും ഞാനൊന്ന് ഉംറയ്ക്ക് പോയിട്ട് എന്റെ അസുഖം ഒന്ന് മാറാൻ വേണ്ടി ഞാനൊന്ന് തുറക്കട്ടെ എന്ന് പറയുകയുണ്ട്. എന്നിട്ട് പതിവിന് വിപരീതമായിട്ട് പുറത്ത് ആരൊക്കെ ഉണ്ട് എന്നത് ഗൗനിക്കാതെ ഫാത്തിമ ബീവി തങ്ങൾ കാറിൽ കയറുന്നത് വരെ മുറ്റത്തേക്ക് ഇറങ്ങി വന്ന് യാത്രയാക്കുകയാണ് ഉണ്ടായത്. ആ സംഭവത്തിന്റെ വിശദാംശങ്ങളൊക്കെ നമ്മൾ മുനവർത്തങ്ങളുടെ എഴുത്തുകളിലൂടെയും മറ്റൊക്കെ ദീർഘമായിട്ട് വായിച്ച ആളുകളാണ്. ഹനിയ ബീവി എന്റെ സഹോദരിയോട് പറഞ്ഞു, ഓപ്പറേഷൻ കഴിയുന്ന സമയത്ത് ഞാനും ഭർത്താവ് മുനവർലി തങ്ങൾ മാത്രമേ അമേരിക്കയിൽ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ തങ്ങൾ ആദ്യം ചോദിച്ചത് ഫാത്തിമ എവിടെയെന്നാണ്. നമ്മളിവിടെ അമേരിക്കയിലെ തങ്ങളുടെ ഓർമ്മയ്ക്ക് ചെറിയ പ്രശ്നങ്ങൾ വന്നിരുന്ന സമയത്ത് നമ്മളിപ്പോ അമേരിക്കയിലെ പിന്നെ ഉമ്മയുടെ നാട്ടിലല്ലേ എന്ന് പറഞ്ഞപ്പോ എനിക്കിപ്പോ വിളിക്കണം എന്നാണ് പറഞ്ഞത്. ആ ഒരു സമയത്ത് തന്നെയാണ് ഇവിടുത്തെ മരണവാർത്തയുമായി കോള് വരുന്നത്. അവർ തമ്മിലുള്ള ബന്ധം ഏറ്റവും സ്നേഹോഷ്മളമായിരുന്നു. ഒരു പുരുഷന്റെ വ്യക്തിത്വത്തെ കുറിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും ആധികാരികമായ
കാരണം അവന്റെ ഭാര്യയാണ്. ഒരു ഭാര്യ ഒരാളെ കുറിച്ച് നല്ലവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ പിന്നെ സമൂഹം മുഴുവൻ തള്ളിക്കളഞ്ഞിട്ടും കാര്യമില്ല, അവൻ നല്ലവനായിരിക്കും. ഫാത്തിമ ബീവിക്ക് ഏറ്റവും സ്നേഹം നൽകിയ ഒരു ഭർത്താവായിരുന്നു മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. തങ്ങളുടെ വീട്ടിനകത്തുള്ള സാഹചര്യങ്ങളെ കുറിച്ച് അറിയാൻ ശ്രമിച്ചപ്പോ ഏറ്റവും കൗതുകം തോന്നിയ ഒരു കാര്യം, ഭക്ഷണം കഴിക്കാൻ വേണ്ടി തങ്ങൾ വന്നിരിക്കുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് തങ്ങൾക്ക് ഭക്ഷണം ഇഷ്ടപ്പെട്ടാല് ആരാണ് ഇത് ഉണ്ടാക്കിയെന്ന് അന്വേഷിക്കും. നമുക്കറിയാം പാണക്കാട്ടെ വീട്ടിൽ എപ്പോഴും തിരക്കായിരിക്കും. പാണക്കാട്ടെ വീട്ടിലെ സ്ത്രീകൾക്ക് തന്നെ എപ്പോഴും ഭക്ഷണം ഉണ്ടാക്കാനൊന്നും പറ്റില്ല. പലപ്പോഴും പുറത്തുള്ളവരായിരിക്കും, ചിലപ്പോഴൊക്കെ വീട്ടിലുള്ള സ്ത്രീകളായിരിക്കും. ഒരു കൂട്ടാൻ ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടാൽ ആരാണ് ഉണ്ടാക്കിയെന്ന് ചോദിക്കുകയും, വീട്ടിലുള്ള ആളാണെങ്കിലും ശരി, ഒരു പണിക്കാരത്തിയാണെങ്കിലും ശരി, അവരെ വിളിച്ചിട്ട് ഇത് നന്നായിട്ട് കേട്ടോ, ചില സമയത്ത് ഇത് എങ്ങനെ ഉണ്ടാക്കി എന്നൊക്കെ ചോദിക്കും. അത്രേ ഇത് ഹനിയ ബീവിയും അബ്ദുള്ളയും ഒരുപോലെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അങ്ങനെയായിരുന്നു തങ്ങളുടെ സ്വഭാവം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം ഇഷ്ടപ്പെട്ടാലും ശരി ഇല്ലെങ്കിലും ശരി കുറ്റം പറയരുത് എന്ന്. അല്ലാഹുവിന്റെ റസൂലിന് അറിയുന്നത് ഭക്ഷണത്തെ കുറ്റം പറഞ്ഞാൽ ഭക്ഷണത്തിന് വേദനിക്കൊന്നുമില്ല. റസൂൽ ഏറ്റവും വലിയ മനഃശാസ്ത്രജ്ഞനായിരുന്നു. റസൂൽ ഏറ്റവും വലിയ സാമൂഹിക ചിന്തകനായിരുന്നു. ഭക്ഷണത്തെ കുറ്റം പറയുമ്പോൾ അത് ഉണ്ടാക്കിയ ആൾക്കാണ് വേദനിക്കുക. തങ്ങളെ പോലെയുള്ള ഒരാൾക്ക് എന്ത് ഭക്ഷണമാണെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയ ആൾക്ക് എന്തുപോലെ വേദനിക്കും, അതുപോലെ തങ്ങള് നല്ല ഭക്ഷണമാണ് കേട്ടോ, ഇത് എങ്ങനെ ഉണ്ടാക്കി എന്നൊക്കെ ചോദിക്കുമ്പോ അത് ഉണ്ടാക്കിയ ആൾക്ക് എന്തൊരു സന്തോഷമായിരിക്കും ഉണ്ടാവുക. തങ്ങളെ പറ്റിയുള്ള ചില അത്ഭുതകരമായ സന്ദർഭങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാൻ ഉണ്ട്. അല്ലാഹു തൗഫീഖ് തരുമാറാവട്ടെ. വീട്ടിൽ അടുക്കും ചിട്ടയും കൊണ്ടു നടക്കുന്ന കാര്യത്തിൽ തങ്ങൾക്ക് ഒരു നിഷ്കർഷയായിരുന്നു. തങ്ങൾ ഉപയോഗിച്ചിരുന്ന മുറി, കിടപ്പറ ഇടക്കിടക്ക് വൃത്തിയാക്കാൻ വേണ്ടി നമ്മൾ ഓർമ്മപ്പെടുത്തുമായിരുന്നു. ഇത് പറയുമ്പോഴാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്ന സമയത്ത് പാണക്കാട് പള്ളിയിലെ 1995 മുതൽ 99 വരെ 4 വർഷം മുദരിസായി സേവനമനുഷ്ഠിച്ച മുഹമ്മദ് അലി ബാത്തവി, ഓമശ്ശേരിക്കാരനായ മുഹമ്മദ് അലി ബാത്തവി ഇപ്പോൾ രണ്ടത്താണിയിൽ ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹവുമായി ഞാൻ ഫോണിൽ കുറച്ച് സംസാരിക്കുകയുണ്ടായി. അവിടെ പരിപാടി തുടങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഫോൺ വെച്ച് പോരേണ്ടി വന്നത്. അദ്ദേഹം പറഞ്ഞൊരു സംഭവം ഞാൻ ഇവിടെ ചേർത്ത് അനുസ്മരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ പള്ളിയിൽ മുദരിസായിരുന്ന കാലത്ത് തങ്ങള് വളരെ സ്നേഹത്തോടു കൂടി പെരുമാറി. ഒരിക്കൽ തങ്ങള് ചിലപ്പോ പാണക്കാട് തറവാട്ടിൽ തിരക്കില്ലാത്ത സമയത്തൊന്ന് നേരത്തെ പള്ളിക്ക് വരും തങ്ങൾ ബഹുർക്കൊക്കെ. എന്നിട്ട് ഒരിക്കൽ തങ്ങൾ പള്ളിയിൽ വന്ന സമയത്ത് മെഹ്റാബിന്റെ അവിടെ മാറാതെ കണ്ടു. അപ്പോ തങ്ങളുടെ ഒരു രീതിയാണ് ആളുകളോട് ചില കാര്യങ്ങൾ അനുസരിപ്പിക്കാനും ചെയ്യിപ്പിക്കാനുള്ള എത്ര സുന്ദരമായ രീതി. തങ്ങൾ വേഗം മുക്രി എവിടെയെന്ന് അന്വേഷിച്ചു. മുക്രി ഓടിപ്പാഞ്ഞു വന്നു. മുക്രിയോട് ചോദിച്ചു, നിങ്ങളെടുത്ത് ഇവിടെ എവിടെയെങ്കിലും ചൂലുണ്ടോ എന്ന് ചോദിച്ചു. അല്ല, ഒരു ചൂല് കൊടുക്കുന്നു. ചൂല് കൊടുത്ത് തങ്ങൾ തന്നെ പോയിട്ട് മേലാവിലെ ആ മാറാലം മുഴുവൻ നന്നാക്കിയിട്ട് പറഞ്ഞു, ചിരിച്ചുകൊണ്ട് തമാശാക്കിട്ട് പറഞ്ഞു, ഇനിയും മാറാലം വരും, ഇങ്ങനെ ചെയ്താൽ മതി. തങ്ങൾക്ക് വേണ്ടി പറയാമായിരുന്ന ഒരു ചൂലിട്ടുകൊണ്ട് നന്നാക്കിക്കാണ്. ഇതല്ലേ നേതാവ്? ഇതല്ലേ ആളുകളൊക്കെ ഇപ്പോ വലിയ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിലും മറ്റു ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ ആവാനല്ലേ? അത്ഭുതമായിരുന്നു തങ്ങളുടെ ജീവിതം. തങ്ങളുടെ റൂം വൃത്തിയാക്കാൻ ഇടക്കിടക്ക് തങ്ങൾ ഓർമ്മിപ്പിക്കുമായിരുന്നു. വലിയ വൃത്തിയും അടുക്കുചിട്ടയും സൂക്ഷിച്ചിരുന്നു. 2 ദിവസം ആകുമ്പോഴൊക്കെ മുഖവും താടിമുടിയൊക്കെ വൃത്തിയാക്കാൻ തങ്ങൾ നിഷ്കർഷം പുലർത്തിയിരുന്നു. വയ്യാത്ത സമയത്ത് പോയി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ സ്ഥിരമായി കൊണ്ടു നടന്നിരുന്ന ഒരു സഞ്ചിയെ പറ്റി ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നുണ്ട്. ഇക്കാലഘട്ടത്തിൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും, മൂന്നത്ത് വിരലിച്ചു പോകും, എന്തായിരുന്നു നബി സ്ഥിരമായിട്ട് കൊണ്ടു നടന്നിരുന്നത് എന്ന്. അതിലുണ്ടായിരുന്ന പ്രധാന സംഭവങ്ങൾ ഒരു ചീർപ്പും കണ്ണടി വെച്ചാൽ അത് അന്ന് എന്താ ഉപയോഗിച്ചിരുന്ന രീതിയിലുള്ള കണ്ണാടി സുഗന്ധവും ഒക്കെ. ഇതായിരുന്നു റസൂൽ. സൗന്ദര്യത്തെ സ്നേഹിച്ചിരുന്ന, വൃത്തിയെ സ്നേഹിച്ചിരുന്ന, ആളുകളുടെ മുമ്പിൽ എങ്ങനെയെങ്കിലൊക്കെ ഒരു ചടപിടിഞ്ഞ രൂപത്തിൽ വന്ന് ഞാൻ വലിയ ആത്മീയതയുടെ ആളാണെന്ന് പറഞ്ഞ് മൂക്കുകൊണ്ട് സംസാരിച്ച് അതൊന്നുമായിരുന്നില്ല നബി. തെളിഞ്ഞ വ്യക്തിത്വം തമ്മിൽ താരതമ്യപ്പെടുകയാണ്. റസൂലിന്റെ വെളിച്ചത്തിന്റെ ചില കീറുകൾ നമ്മൾ തങ്ങളിലൂടെ ദർശിക്കുകയാണ്. ഏത് വയ്യാത്ത സമയത്താണെങ്കിലും 2 ദിവസമാകുമ്പോൾ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് തങ്ങൾക്ക് നിഷ്കർഷം ഉണ്ടായിരുന്നു. പക്ഷെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം, പ്രത്യേകിച്ച് ഈ അമേരിക്കയിലേക്ക് പോയി വന്ന സമയത്തും അതിന് തൊട്ടുമുള്ള സമയങ്ങളിലുമാണ് തങ്ങൾക്ക് ഓർമ്മയ്ക്ക് ചില പ്രശ്നങ്ങളും ശാരീരികമായി വല്ലാണ്ട് ക്ഷീണം വന്ന സമയത്തൊക്കെ
ചൊവ്വാഴ്ചയാണെന്ന് അറിഞ്ഞാൽ പിന്നെ തങ്ങൾ വീട്ടിനകത്തിരിക്കില്ല. അപ്പൊ ഇവർ ഇന്ന് ചൊവ്വാഴ്ചയാണ് എന്ന കാര്യം തങ്ങളോട് പറയില്ല. ചൊവ്വാഴ്ചയാണെന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് നിർബന്ധമായിട്ട് പുറത്തു പോയിരിക്കണം, ആളുകളെ കാണാം. ഇത് പൂക്കോയത്തങ്ങളിൽ നിന്ന് നേടിയ, പൂക്കോയത്തങ്ങളിൽ നിന്ന് പഠിച്ചെടുത്തൊരു ശീലമാണ്. ചൊവ്വാഴ്ചയായി കഴിഞ്ഞാൽ പിന്നെ പാണക്കാട് എല്ലാവർക്കും എന്തിനുമുള്ള തുറന്ന കോടതിയാണ്. തന്റെ പുരുഷായുസിന്റെ സിംഹഭാഗവും ചെയ്ത് ശീലിച്ച തങ്ങൾ ഓർമ്മക്ക് ഭ്രമം സംഭവിച്ച സമയത്ത് പോലും ചൊവ്വാഴ്ചയെ മറന്നില്ല. ചൊവ്വാഴ്ചയാണെങ്കിൽ ഞാൻ പുറത്താണ് ഇരിക്കേണ്ടത്, ആളുകൾക്ക് എന്നെ കാണേണ്ടതുണ്ട് എന്ന് തങ്ങളുടെ തലച്ചോറ് മറന്നുപോയില്ല. മറവിന് കേടുപറ്റിയെങ്കിലും ഇത്തരം അടിസ്ഥാന കാര്യങ്ങൾ തങ്ങൾ മറന്നുപോയില്ല. അതായിരുന്നു തങ്ങളെ കുറിച്ച് പറയുമ്പോൾ, വീട്ടിനകത്ത് തങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഫാത്തിമ ബീവിയെ നമുക്ക് സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ പാണക്കാട്ടെ തങ്ങളുടെ മക്കളുടെയൊക്കെ ഉമ്മയായ ഇപ്പോൾ തങ്ങളുടെ ഒരു വ്യക്തിത്വത്തിൽ അവരെ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന ഫാത്തിമ ബീവി. ഈ ഫാത്തിമ ബീവി പാണക്കാട്ടെ ചില അയൽപക്കത്തുള്ള ആളുകളോടൊക്കെ ഞാൻ സംസാരിക്കുന്നുണ്ട്. അവരൊക്കെ ഫാത്തിമ ബീവിയെ കുറിച്ച് പറയാൻ 100 നാവാണ്. അയൽപക്കത്തുള്ള ഓരോ പെണ്ണുങ്ങളെയും അവർക്ക് ഓരോരുത്തരെയും അറിയാം. കല്യാണം കഴിഞ്ഞ് പുതുതായി വന്ന മരുമക്കളെ അറിയാം. പുതിയ മരുമക്കൾ വരുമ്പോൾ തങ്ങൾക്ക് ബീവിക്ക് കാണാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ തങ്ങൾ പോകുമ്പോൾ അവിടെ കണ്ടില്ലെങ്കിൽ അന്വേഷിക്കും. വരാതിരുന്നാൽ, വരാൻ വൈകിയാലേ ദേഷ്യപ്പെടും. സ്നേഹമായിരുന്നു, ബന്ധമായിരുന്നു. ഏറ്റവും വലിയൊരു എടുത്തു പറയേണ്ട ഒരു സംഭവം ഹനിയ ബീവി പറയുകയാണ്. ഫാത്തിമ ബീവിക്ക് ഉമ്മാക്ക് എവിടെയെങ്കിലും വിനോദയാത്രക്ക് പോകണമെന്ന് പറഞ്ഞാൽ എനിക്ക് കാലുവേദന, എനിക്ക് വയ്യ, നിങ്ങൾ കോഴിക്കോട് എന്ന് പറയും. ആ സമയത്ത് തന്നെ നമ്മളൊന്ന് മറിച്ച് നമ്മൾ ഇന്നോടത്തേക്ക് പോകുക. കുടുംബക്കാരെ ഏതെങ്കിലും ഒരു വീട്ടിൽ പറഞ്ഞാൽ ഞാനും ഉണ്ടെന്ന് പറഞ്ഞിട്ട് തങ്ങളെ ബീവി മുന്നിൽ തന്നെ ഉണ്ടാവുക. കുടുംബ ബന്ധങ്ങൾ ചേർക്കാൻ ഇത്രയധികം ഉത്സാഹം കാണിച്ചിരുന്നു ഫാത്തിമ ബീവി. കല്യാണം കഴിഞ്ഞ് മുനവത്തങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 5 വർഷമാണ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവരുടെ കൂടെ ഉപ്പ ജീവിച്ചിട്ടുള്ളത്. 2 വർഷം മാത്രമേ ഫാത്തിമ ബീവി ജീവിച്ചിട്ടുള്ളൂ. ഈ 2 വർഷക്കാലങ്ങളിൽ അയൽപക്കത്തും കുടുംബങ്ങളിലുമുള്ള എല്ലാ വീടുകളിലും മരുമകളെയും കൊണ്ട് എല്ലാവരുടെയും അടുത്ത് യാത്ര ചെയ്യാനും കുടുംബബന്ധം ചേർക്കാനും ബന്ധങ്ങൾ പുതുക്കാനും ഫാത്തിമ ബീവിക്ക് വലിയ ഉത്സാഹമായിരുന്നു എന്ന് ഹനിയ ബീവി വെളിപ്പെടുത്തുന്നു. കുടുംബബന്ധങ്ങൾ ചേർക്കുന്നത്, അതിലെ ഇസ്ലാമിലുള്ള പ്രാധാന്യം, അതൊന്നും നമ്മൾ ഇടുങ്ങിയ സമയത്തിനുള്ളിൽ പറയേണ്ടതില്ലല്ലോ. അതൊക്കെയായിരുന്നു തങ്ങൾ പരിചാരകരോടൊപ്പം എങ്ങനെയായിരുന്നു. സഹായത്തിനുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ മനസ്സിൽ ആദ്യമായി ഓടിയെത്തുന്നത് അലവിക്കയെ പറ്റിയിട്ടാണ്. നമ്മൾ അവർക്ക് അലവിക്കയെ മാത്രമേ പരിചയപ്പെട്ടിട്ടുള്ളൂ. പക്ഷേ ഞാൻ ഇന്നലെയാണ് സത്യത്തിൽ അബ്ദുള്ള എന്ന വലിയ ഇക്കൂട്ടത്തിൽ നമ്മൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ലാത്ത തങ്ങളുടെ ഏറ്റവും വലിയൊരു സഹായിയെ തിരിച്ചറിയുന്നത്. തങ്ങൾ അന്ധവിശ്വാസം വഹിക്കുമ്പോൾ കൂടെ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഈ അബ്ദുള്ളയാണ്. പെരിന്തൽമണ്ണ പൂപ്പലം എത്തിക്കാലയിൽ നിന്ന് SSLC വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം തങ്ങളെ സേവിക്കാൻ വേണ്ടി മാത്രം പാണക്കാട്ടേക്ക് പോവുകയും 8 വർഷത്തോളം തങ്ങളുടെ കൂടെ തന്നെ അലവിക്കയുടെ സഹായിയായി കൂടെ നിൽക്കുകയും അവസാന സമയം വരെ തങ്ങളോടൊപ്പം കൂടെ നിന്ന് ഒരു കൈത്താങ്ങാവാൻ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്ത അബ്ദുള്ള, അദ്ദേഹവുമായി 1-2 മണിക്കൂർ സംസാരിക്കുകയുണ്ടായി. എങ്ങനെയായിരുന്നു തങ്ങളുടെ പെരുമാറ്റം എന്നൊക്കെ അബ്ദുള്ള ഇങ്ങനെ വിശദീകരിക്കുന്ന സമയത്ത് എനിക്ക് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ ഓർമ്മ വന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഇതുപോലെയായിരുന്നു. തങ്ങൾ മദീനയിലേക്ക് വന്ന ആളുകൾക്ക് ഓരോ സമ്മാനങ്ങൾ കൊടുത്തയച്ചു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മക്ക് സമ്മാനം കൊടുക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഉടനെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ തീരുമാനിച്ചു മകനെ കൊടുക്കാമെന്ന്. മകനെ കൊണ്ടുപോയി അങ്ങ് ഏൽപ്പിച്ചതാ. പിന്നെ 10 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരിയായിട്ട് എല്ലാത്തിനും ഒപ്പം നിൽക്കാൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. എന്നിട്ട് വഫാത്തിന് ശേഷം അദ്ദേഹം പറയുകയാണ്, 10 വർഷം ഞാൻ നബിയെ സേവിച്ചിട്ടുണ്ട്. ഈ 10 വർഷത്തിൽ ഒരിക്കൽ പോലും ഞാൻ ചെയ്തൊരു കാര്യത്തെ പറ്റിയിട്ട് എന്തിനാ നീ അത് ചെയ്തത് എന്നോ, ചെയ്യാൻ മറന്നുപോയ കാര്യത്തെ പറ്റി നീ എന്തുകൊണ്ടത് ചെയ്തില്ല എന്നോ എന്നോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചിട്ടില്ല എന്ന്. ഞാൻ കുത്തി ചോദിച്ചു, ശിഹാബ് തങ്ങൾ നിങ്ങളോട് ദേഷ്യപ്പെട്ട ഏതെങ്കിലും ഒരു സന്ദർഭം? അങ്ങനെ ഒന്നും എനിക്ക് ഓർമ്മയില്ലല്ലോ. ഗൾഫിൽ വന്ന 6 മാസം കഴിഞ്ഞാലുള്ള ഒരു എംപ്ലോയിയോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, നിങ്ങളുടെ മാനേജർ നിങ്ങളോട് ദേഷ്യപ്പെട്ട ഒരു സന്ദർഭം പറയാൻ പറ്റുമോ? നമുക്ക് 6 മാസത്തിൽ ഓരോ ദിവസം എണ്ണി വേണമെങ്കിൽ പറഞ്ഞൂടെ?
എല്ലാവരും അങ്ങനെയെന്നല്ല, പൊതുവെ അങ്ങനെയൊക്കെയാണ്. നമ്മൾ നമ്മുടെ സ്വന്തം കാര്യത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. വീട്ടിലുള്ള സാധാരണക്കാരെ സെർവൻസിനോടും പരിചാരകരോടും ഒക്കെ എങ്ങനെയാണ് പെരുമാറുന്നത്? ശിഹാബ് തങ്ങളാക്കിയത് നമ്മൾ വേദികളിൽ കണ്ട ചിത്രങ്ങൾ മാത്രമല്ല, വീടിനകത്തുള്ളവരാണ് ഈ സർട്ടിഫിക്കറ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അബ്ദുള്ള പറയുകയാണ്, എനിക്ക് അങ്ങനെ ഒന്നും എടുത്തു പറയാൻ കഴിയുന്നില്ല, ഞാൻ വീണ്ടും വീണ്ടും ഓർത്ത് നോക്കിയിട്ട് എന്തെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാമെന്നാണ് നിങ്ങളോട് പറയുകയാണ്. അബ്ദുള്ളയോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഈ 8 വർഷക്കാലത്തിനടുത്ത് ഏറ്റവും സന്തോഷം തോന്നിയ സന്ദർഭം എന്തായിരുന്നു എന്ന്. അപ്പോ അബ്ദുള്ള എന്നോട് പറഞ്ഞു, ഒരുപാട് ഉണ്ടാവാം, പക്ഷെ എനിക്ക് മനസ്സിൽ ഇപ്പോ ഓർമ്മ വരുന്നത് എന്റെ പെങ്ങൾ സൂറയുടെ കല്യാണത്തിന് തങ്ങൾ വന്ന സന്ദർഭമാണ്. തങ്ങളുടെ പെങ്ങളുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വരുമ്പോൾ അബ്ദുള്ള വളരെ സാമ്പത്തികമായി വളരെ ശോചനീയമായ അവസ്ഥയിൽ നിന്ന് വരുന്നയാളാണ്. അവരുടെ വീട്ടിലേക്കുള്ള റോഡും വഴിയൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്, ദുഷ്കരമായ പാത താണ്ടിക്കൊണ്ടാണ് തങ്ങൾ അവിടെ ചെന്നത്. തങ്ങൾ വന്നിരുന്നതിന് ശേഷം പുതിയാപ്ല വരൻ വരുന്നില്ല. നമുക്കറിയാലോ നാട്ടിലെ വരന്മാരുടെ കാര്യം, അവര് ലേറ്റ് ആവുന്നതും. പക്ഷെ ഇവിടെ തങ്ങളാണ് പന്തലിൽ കാത്തിരിക്കുന്നത്. 2 മണിക്കൂർ എന്റെ കൊച്ചു വീടിന്റെ മുറ്റത്ത് തങ്ങൾ പുതിയാപ്ല വരുന്നതും കാത്ത് ഒരക്ഷമയും പ്രകടിപ്പിക്കാതെ ഇരുന്നത് കണ്ടപ്പോൾ ഞാൻ മനസ്സിൽ വല്ലാണ്ട് സന്തോഷിച്ചു പോയി. എന്റെ അടിയനെ കാത്താണല്ലോ തങ്ങൾ ഇരിക്കുന്നത്. ഇതാണ് വ്യക്തിത്വം. അലവി കാപ്പിയെ പറ്റിയിട്ട് നമ്മുടെ CP ശേഖരൻ സാഹിബ് എഴുതുന്നത് നമ്മളൊക്കെ വായിച്ചതാണ്. പാണക്കാട്ടെ കൊലായിലെ തിരക്കുള്ള സമയത്ത് മുഹമ്മദ് അലി തങ്ങള് ഓരോരുത്തർക്കും ചായ കൊടുക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രധാനപ്പെട്ട ഗസ്റ്റുകൾ വന്ന് തങ്ങളുടെ മുമ്പിലിരിക്കുകയാണ്. ഇവർക്ക് ചായ കൊടുത്തിട്ടോ എന്ന് പറഞ്ഞു. കൊടുത്തോളാന്ന് പറഞ്ഞു. കുറച്ചും കൂടി കഴിഞ്ഞപ്പോ ചായ കൊടുക്കുന്നത് കാണാതിരുന്നപ്പോ ഇവിടെ ചായ ആയിക്കോട്ടെ കൊടുത്തോളാന്ന് പറഞ്ഞു. വീണ്ടും സമയം കഴിഞ്ഞിട്ടും ചായ കൊടുക്കുന്നത് കാണില്ല. എന്താ ഇവർക്ക് ചായ കൊടുത്തില്ലെന്ന് ചോദിച്ചു. അലിവേക്കാർക്ക് ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ പണിയിട്ടോളെ, എന്റെ പണി നടത്തോളാം. മീറ്റിംഗ് നടത്തൽ നിങ്ങളെ പണിയും ചായ എടുക്കൽ എന്റെ പണിയാണല്ലോ, അത് ഞാൻ നടത്തിക്കൊള്ളാം. അപ്പൊ ഞങ്ങളെ മറുപടി ഇന്ന് മൂപ്പര് കുറച്ച് ദേഷ്യത്തിലാണ്. ഇതേ വർണ്ണാന്റെ മാഷ വിവാഹങ്ങളെ പറ്റിയൊക്കെ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേൾക്കാം. ഇത് നമുക്കിടയിൽ ഇത്രയും ആളുകൾ ഇരിക്കുന്ന ഒരു കൊലയിൽ വെച്ചിട്ട് വീട്ടുടമസ്ഥനായ മുതലാളിയോട് വീട്ടിലെ പരിചാരകൻ പറഞ്ഞുള്ള സ്ഥിതി എന്തായിരിക്കും? നമ്മളൊക്കെ നമ്മളെ സ്വന്തം ആ സ്ഥാനത്ത് തങ്ങളെ സ്ഥാനത്ത് എത്തിയെന്ന് ആലോചിച്ചാൽ മനസ്സിലാകും അതിന്റെ ഉത്തരം. തങ്ങളാക്കിയത് ഉള്ളിൽ നിന്നുള്ള വെളിച്ചമാണ്. തങ്ങൾ അറിവിനും വിദ്യാഭ്യാസത്തിന് കൊടുത്തിരുന്ന പ്രാധാന്യം, അതും ഞാൻ വീട്ടിൽ എങ്ങനെയായിരുന്നു തങ്ങൾ ചെയ്തത് എന്നാണ് ആദ്യം പഠിക്കാൻ ശ്രമിച്ചത്. ഏറ്റവും സന്തോഷം തോന്നിയ ഒരു സന്ദർഭം തങ്ങളോട് സംസാരിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു, മലേഷ്യയിൽ പഠിക്കാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കാനാണ് താല്പര്യപ്പെട്ടിരുന്നത്. വാപ്പയാണ് പറഞ്ഞത്, ഒരു ദീനി വിഷയത്തിലായിക്കോട്ടെ ഉന്നത പഠനങ്ങൾ. പുകോയി തങ്ങൾ തന്റെ മകനായ മുഹമ്മദ് അലിയെ അൽ-അസ്ഹറിലേക്ക് ദീനി വിദ്യാഭ്യാസം, അറബി സാഹിത്യവും ദീനി വിദ്യാഭ്യാസവും പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ച അതിന്റെ ഒരു തുടർച്ചയെന്നോണം പാണക്കാടിൽ നിന്ന് ദീനി വിദ്യാഭ്യാസ രംഗത്ത് ആധികാരികമായി പഠിച്ച് അറിവുള്ള ഒരാളെ ഉണ്ടാക്കാൻ മുഹമ്മദ് അലി തങ്ങൾ നിഷ്കർഷ കാണിച്ചിരുന്നു. അത് കഴിഞ്ഞു വന്ന് മലേഷ്യയിൽ നിന്ന് മടങ്ങിയ മുനവർ അലി തങ്ങൾ സോഷ്യൽ സർവീസിൽ MSWയിൽ ഒരു PG ഡിപ്ലോമ ചെയ്യാൻ വേണ്ടി പൂനെയിൽ പോയി PG ഡിപ്ലോമ ചെയ്യാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചപ്പോ തങ്ങളോട് സമ്മതം വാങ്ങിയപ്പോ ഉടനെ വന്ന് ഭാര്യ ഹനിയ ബീവി വന്ന് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ തങ്ങൾ പൂനെക്ക് പോവുകയാണെങ്കിൽ ഞാനിവിടെ എന്റെയും ഒരു ഹയർ സ്റ്റഡി നടത്തിക്കോട്ടെ, ഞാനിവിടെ പട്ടിക്കാട് എഞ്ചിനീയറിംഗിൽ പോയിട്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ പോയിട്ട് B.Tech ചെയ്യട്ടെ എന്ന്. തങ്ങളുടെ വലിയ സന്തോഷമായിരുന്നു. നമ്മുടെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാകണം എന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് ഇതിനപ്പുറം ഇനി എന്ത് തെളിവാണ്? നമ്മുടെ സ്ത്രീകൾ ശക്തിപ്പെടണം. തങ്ങൾക്കറിയാം ഹനിയാതെ B.Tech പഠിച്ചിട്ട് വീട്ടില് എഞ്ചിനീയർ ആയിട്ട് ജോലിക്ക് പോകാനല്ലായിരുന്നു. പഠിക്കട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ വന്ന് ചോദിക്കുകയാണ്, ഖുബൈറ എന്ന് പറയുന്ന ഒരു സ്ത്രീ മദീനയിൽ എത്തിയിട്ടുണ്ട്, അവർക്ക് വൈദ്യം അറിയാമത്രേ, എനിക്ക് വൈദ്യം പഠിക്കണം നബിയേ എന്ന്. ഉടനെ പറഞ്ഞയച്ചു ആയിഷ റളിയല്ലാഹു അൻഹയെ, വൈദ്യം പഠിച്ചോളൂ എന്ന്. ദീനിന്റെ മര്യാദകൾ പാലിക്കണമെന്നേ ഉള്ളൂ. ദീൻ ഒരിക്കലും വിദ്യാഭ്യാസത്തിനോ ഉയർന്നു പോകുന്നതിനോ തടസ്സമല്ല എന്ന് അള്ളാഹുവിന്റെ റസൂലും ഇവിടെ ഇതാ നമ്മുടെ കൊച്ചു കേരളത്തിൽ മുഹമ്മദ് അലി തങ്ങൾ പഠിപ്പിച്ചിരിക്കുകയാണ്. പെൺകുട്ടികൾ ഉയർന്നു പഠിക്കണമെന്ന് തങ്ങൾക്ക് താല്പര്യമായിരുന്നു. മക്കളിൽപ്പെട്ട ഒരാൾ ഡിഗ്രി പൂർത്തിയാക്കിയിട്ടുണ്ട്. അതൊക്കെ കാലം കൂടി ഓർക്കണം. നമ്മൾ കേരളത്തിൽ നമ്മുടെയൊക്കെ ആ കാലഘട്ടത്തിലെ പെൺകുമാരൊക്കെ 7ാം ക്ലാസ് പോലും പൂർത്തിയാക്കാൻ നമ്മുടെ സമൂഹം അനുവദിച്ചിരുന്നില്ല.
ആ സമയത്താണ് ഇങ്ങനെ ഉയർന്നു പോകാനുള്ള ഭാഗ്യം കിട്ടിയത്. ഭൂപേന്ദ്രങ്ങളുടെയും ചിന്താഗതി അതായിരുന്നല്ലോ. അല്ല എങ്കിൽ അക്കാലത്ത് എങ്ങനെയാണ് ഒരാൾ SSLC എഴുതുക? തങ്ങളെ വീട്ടിൽ നിന്ന് വിട്ടു നിർത്തിയിട്ട്, മൂത്ത മോനെ വീട്ടിന്റെ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിർത്തി ഹോസ്റ്റലിൽ പഠിക്കാൻ പറഞ്ഞാൽ കുറച്ചൊക്കെ മനസ്സിൽ വേണം വിദ്യാഭ്യാസത്തോട് സ്നേഹം. കോഴിക്കോട് MM സ്കൂളിൽ ചേർത്തിയിട്ട് അവിടെ ഈ നേരത്തെ പറഞ്ഞ മുത്തുബീവി പൂക്കോയ തങ്ങളുടെ സഹോദരി, പിൽക്കാലത്ത് ഭർത്താവ് മരിച്ചതിനെ തുടർന്ന് പൂക്കോയ തങ്ങളും ശേഷം മുഹമ്മദ് അലി തങ്ങളുമാണ് ഇവരുടെ പൂർണ്ണ സംരക്ഷണം ഏറ്റെടുത്തത്. ഇവരുടെ വീട്ടിലായിരുന്നു മുഹമ്മദ് അലി തങ്ങൾ നിന്ന് താമസിച്ച് പഠിച്ചിരുന്നത്. നമ്മുടെ ബഹുമാന്യനായ റഹീം മേച്ചേരി അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുത്ത ലേഖനങ്ങൾ എഴുതുന്നുണ്ട്. ഒരിക്കൽ തങ്ങളുടെ ഒരു ലേഖനത്തിൽ, ഒരു ഇന്റർവ്യൂവിൽ ഞാൻ ചോദിച്ചു, തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ അധ്യാപകൻ ഏതായിരുന്നു എന്ന്. അപ്പൊ തങ്ങൾ മറുപടി പറഞ്ഞു, ഞാൻ കോഴിക്കോട് സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടുത്തെ പ്രധാനാധ്യാപകനായിരുന്നു മുഹമ്മദ് സാറാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മനസ്സിൽ സ്വാധീനം ചെലുത്തിയ അധ്യാപകൻ. അധ്യാപകൻ ചെയ്യുന്ന റോള് അത്രയും വലുതാണ്. അതുകൊണ്ടാണ് കലാമിനോട് അവസാന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രൈവറ്റ് സെക്രട്ടറി ചോദിക്കുമ്പോൾ, നിങ്ങൾക്ക് ഇനി എന്തായി തീരണം? ഇന്ത്യയുടെ മുസൽമാൻ ആയിത്തീർന്നു, ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിത്തീർന്നു, ജനങ്ങളുടെ പ്രസിഡന്റ് ആയിത്തീർന്നു, ഇനി എന്താകണം എന്ന് ചോദിച്ചപ്പോൾ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഐ വാണ്ട് ടു ബി എ ടീച്ചർ. എനിക്കൊരു അധ്യാപകനാകണം. അധ്യാപകന്റെ റോൾ അതാണ്. വിദ്യാഭ്യാസത്തിന് തങ്ങൾ കൊടുത്ത പ്രാധാന്യം. പേരക്കുട്ടികളോട് അബ്ദുള്ള പറയുകയാണ്, പേരക്കുട്ടികൾ വീട്ടിൽ വരുമ്പോൾ തങ്ങൾക്ക് കുറച്ച് ഒഴിഞ്ഞ സമയം കിട്ടുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ കുട്ടികളോട് ബുദ്ധി വികസിക്കുന്ന കുറെ ചോദ്യങ്ങൾ ചോദിക്കും. അത്രേ പഠിക്കുന്ന കാര്യങ്ങൾ, പഠിക്കുന്ന പുസ്തകങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ, ചില ജനറൽ നോളേജ്, പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കുന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അത്രേ തങ്ങൾ വ്യതിരിക്തനായ വ്യക്തിത്വമാണ്. പേരക്കുട്ടികളെ സ്നേഹിച്ച് കളിപ്പിക്കുക മാത്രമല്ല, അവരുടെ ഭാവി ശോഭനമാക്കാൻ പ്രേരണ കൊടുക്കുന്ന ചോദ്യങ്ങൾ തങ്ങൾക്ക് ചോദിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു. പക്ഷെ തങ്ങളുടെ ഈ ഒരു ദിശയിൽ പറയുമ്പോൾ ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം, തങ്ങൾ അമേരിക്കയിൽ ചികിത്സ കഴിഞ്ഞ് വീട്ടിലെത്തിയ സമയത്ത്, ഇത് ഹനിയാദേവി പറയുമ്പോൾ എനിക്ക് അവിശ്വാസം തോന്നിപ്പോയി. അമേരിക്കയിലെ ചികിത്സ കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ഓർമ്മയൊക്കെ ശരിയായി, ഒന്ന് ആരോഗ്യ അസുഖം മാറി ഒന്ന് ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരുന്ന സന്ദർഭം. ഇനി വിശ്രമ ജീവിതമാണ്, വല്ലാണ്ട് പൊതുപരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന തീരുമാനത്തിലാണ്. തങ്ങൾക്ക് മനസ്സിലായി വീട്ടിൽ കുറച്ചു കാലം ഇരിക്കേണ്ടി വരുമെന്ന്. എന്നാൽ ഈ കുറച്ചു സമയം സ്വസ്ഥമായിട്ട് ഇരിക്കാൻ എന്നാണോ നമ്മുടെ ഈ ജനനായകൻ തീരുമാനിച്ചത്? അല്ല, തങ്ങൾ പ്രത്യേകം താല്പര്യം എടുത്തിട്ട് ഒരു ഷെൽഫ് ഉണ്ടാക്കി. ഒരു പുസ്തകം വെക്കാനുള്ള ഒരു ഷെൽഫ്, ലൈബ്രറിയിൽ നമ്മൾ വെക്കുന്ന ഷെൽഫ്. ആ ഷെൽഫ് ഉണ്ടാക്കിയിട്ട് കിടക്കുമുറിയുടെ തൊട്ട് ചാരത്തിൽ പെട്ടെന്ന് എടുക്കാനും വെക്കാനും പറ്റുന്ന തരത്തിൽ തൊട്ടടുത്ത് ആ ഷെൽഫ് സ്ഥാപിക്കുകയുണ്ടായി. ഞാൻ മുനവർദ്ധങ്ങൾ വീണ്ടും വിളിച്ചിട്ട് ചോദിച്ചു, തങ്ങൾ അതിൽ വെച്ചിരുന്ന പുസ്തകങ്ങൾ ഏതൊക്കെയായിരുന്നു എന്ന്. മുനവർദ്ധങ്ങൾ പറഞ്ഞു, അതിൽ വെച്ചിരുന്ന പുസ്തകങ്ങൾ മിക്കതും അറബി പുസ്തകങ്ങളായിരുന്നു. ആ പുസ്തകങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് യമനിലെ ചരിത്രവും യമനിലെ ഹദർമൗത്തിന്റെ ചരിത്രവും അതുപോലെ അറബി സാഹിത്യവും അറബി സംസ്കാരവും അതൊക്കെയായിരുന്നു എന്ന്. വിദ്യാഭ്യാസത്തെ, അറിവിന്റെ വെളിച്ചത്തെ സ്നേഹിക്കുന്ന തങ്ങളെ ഇതിനപ്പുറം എവിടെ കാണാനാണ്? വയ്യാത്ത അത്രയധികം അങ്ങേയറ്റം തിരിച്ചെത്തിയ വിശ്രമ ജീവിതത്തിലെത്തിയ ആൾ ഒഴിഞ്ഞിരുന്ന് വായിക്കാനാണ്. അബ്ദുള്ള കൂട്ടിച്ചേർത്ത് പറയുകയാണ്, തങ്ങൾ കുറെ എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തോ ലേഖനമോ പുസ്തകമോ എഴുതാൻ തങ്ങൾ ഉദ്ദേശിച്ചിരിക്കണം. കുറെ പേജുകൾ അറബിയിലും മലയാളത്തിലുമായി തങ്ങൾ എഴുതിയിരുന്നത്രേ. അബ്ദുള്ളയോട് ചോദിച്ചു, ആ പേജൊക്കെ ഇപ്പൊ എവിടെയുണ്ട്? എനിക്കത് അറിയില്ല, അത് എവിടെയൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ലായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അനുചരൻ നബി തങ്ങളുടെ അടുത്ത് വരുന്ന ഒരു സന്ദർഭം മഹാനതനായ മുഫസ്സിറായ ഷെയ്ഖ് റാസി റഹ്മത്തുള്ളാഹി അലൈഹി, തഫ്സീറുൽ കബീറിന്റെ രചയിതാവ് റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നു. വഅല്ലമ ആദമൽ അസ്മാ എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം എടുത്തു വെക്കുന്നത്, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധാനത്തിൽ വന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നബിക്ക് വഹി വന്നു, ഇയാൾ കുറച്ച് സമയത്തിന് ശേഷം വഫാത്തായി പോകുമെന്ന്. റാസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബിലാണ് ഞാനത് കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ കിതാബ് എടുത്തു പറയുന്നത്. വഅല്ലമ ആദമൽ അസ്മാ എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ അതിന് മറുപടി പറഞ്ഞു, കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് തിരിച്ചറിഞ്ഞ സഹാബി ഭയചകിതരായിട്ട് നബിയോട് ചോദിച്ചു, നബിയെ ഇനിയിപ്പോ ഈ കുറഞ്ഞ സമയത്ത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി, നീ നീ അറിവ് നേടണം. മരണത്തിന്റെ ജീവിതത്തിന്റെ അന്ത്യത്തിന്റെ അവസാന ഘട്ടങ്ങളിലാണെങ്കിൽ പോലും
മുഅ്മിന് ചെയ്യാനുള്ള പ്രവൃത്തി അറിവ് നേടുകയാണ്. അവരോട് ചെന്ന് നിങ്ങൾ സുന്നത്ത് നമസ്കരിച്ചോളൂ എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസാണ്. തങ്ങൾ അറിവിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. നമ്മൾ നേരത്തെ സ്മരിച്ച മുഹമ്മദ് അലി ബാബവി പാണക്കാട് പള്ളിയിലെ മുദരിസായി ജോലി ചെയ്യുന്ന സമയത്തുള്ള ചില അനുഭവങ്ങൾ ഈ ദിശയിൽ നമ്മൾ എടുത്തു വെക്കേണ്ടതുണ്ട്. അദ്ദേഹം പറയുന്നു, ഒരിക്കൽ പോലും തങ്ങളെ എന്റെ മുൻപിൽ നടക്കാൻ തങ്ങൾ സമ്മതിക്കുമായിരുന്നില്ല. എനിക്കത് തുടക്കത്തിലൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം പാണക്കാട് തങ്ങൾ ബാക്കിൽ ഞാൻ മുന്നിൽ നടക്കേണ്ട ഒരു സ്ഥിതി. ഈവൻ പള്ളിയിൽ വന്ന് മുകളിലെ നിലയിലേക്ക് കോണി കയറുമ്പോൾ പോലും തങ്ങൾ മുന്നിൽ കയറാൻ സമ്മതിക്കില്ല. ഞാൻ തന്നെ മുന്നിൽ കയറണമെന്ന് തങ്ങൾക്ക് നിർബന്ധമായിരുന്നു. അങ്ങനെ ഓരോ സമയത്ത് ഈ പിടിമലും മത്സരമായപ്പോൾ ഒരിക്കൽ തങ്ങൾ പറഞ്ഞത്രേ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ വലിയ പാണക്കാട് തങ്ങന്മാരൊക്കെയാണ്, അത് നിങ്ങളുടെ നാട്ടില്. നിങ്ങളിപ്പോൾ ഞങ്ങളെ പാണക്കാട് പള്ളിയിലെ മുദരിസ, ഇവിടുത്തെ ഏറ്റവും വലിയ ആൾ നിങ്ങളെ, ഞാനല്ല. അറിവിനെ ആദരിക്കുന്ന തങ്ങൾ, മുദരിസിനെ അറിവിന്റെ അധികാരം, അറിവിന്റെ പണ്ഡിതന്മാരെ അതിൻ്റെതായ സ്ഥാനത്തിരുത്തുന്ന തങ്ങൾ, പാണക്കാട് തങ്ങൾ മുമ്പിൽ നടന്ന കേരളത്തിലെ ഏത് പണ്ഡിതനാണ് അതിലൊരു മാനസിക വിഷമം തോന്നുക? സമസ്തയുടെ ഏറ്റവും വലിയ ഉന്നതമായ പണ്ഡിതന്മാർ പോലും തങ്ങളുടെ കൈപിടിച്ച് മുത്താറില്ലേ? അപ്പൊ നാട്ടിലെ മുദരിസായ ആളെ മുന്നിൽ നടത്താൻ കോണിപ്പടി പോലും മുന്നിൽ കയറില്ലായിരുന്നു മുഹമ്മദ് അലി തങ്ങൾ. ഇതൊക്കെ ആരെ കാണിക്കാനാണ്? ആരെയും കാണിക്കാനല്ലല്ലോ. അവര് രണ്ടുപേരും മാത്രം ഒറ്റയ്ക്ക് കോടി കയറുന്ന സമയത്ത് കേരളത്തിൽ നമ്മളാരെങ്കിലും ഇത് പ്രസംഗിക്കാൻ വേണ്ടി ചെയ്തതാ തങ്ങൾ? ഇതൊക്കെ വ്യക്തിത്വത്തിൽ നിന്ന് ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ തങ്ങള് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ആളുകളോട് പ്രത്യേക താല്പര്യവും ശ്രദ്ധയും കൊടുത്തിരുന്നു. ഒരു വാഫി എന്നുള്ള നിലയിൽ എനിക്ക് ആ കാര്യം കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാൻ പറ്റും. കാരണം നമ്മുടെ സ്ഥാപനത്തിനോട് ബന്ധപ്പെട്ട കാര്യമായിരുന്നു. വാഫി സിലബസ് യഥാർത്ഥത്തിൽ ശിഹാബ് തങ്ങളുടെ നാവിൽ നിന്ന് പേര് സ്വീകരിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു കോഴ്സാണ്. വാഫി എന്ന പേര് കൊടുക്കുന്നത് ശിഹാബ് തങ്ങളാണ്. ഈ സിലബസിന്റെ രൂപീകരണ സമയത്തൊക്കെ തങ്ങൾ പാണക്കാട് തറവാട്ടിൽ ഏറ്റവും തിരക്കുള്ള സമയങ്ങളായിരുന്നു. എന്നാൽ ഏറ്റവും ചുരുങ്ങിയത് 5 മണിക്കൂറെങ്കിലും ശിഹാബ് തങ്ങൾ വാഫി സിലബസിലെ കിതാബുകൾ തീരുമാനിക്കുന്ന കാര്യത്തിന് വേണ്ടി ഒഴിച്ചിരുന്നിട്ടുണ്ട് എന്ന് അതിന്റെ ബന്ധപ്പെട്ട ആളുകൾ എന്നോട് നേരിട്ട് പറയുകയുണ്ടായി. എന്നിട്ട് കിതാബുകൾ തീരുമാനിക്കുന്ന സമയത്ത് ഇത് വേണ്ട, അതിനേക്കാളും മോഡേൺ അതല്ലേ? ശിഹാബ് തങ്ങൾ കൈവോൽ പോയി കൂറ കപ്പലിൽ പോയ പോലെ തിരിച്ചു വന്നതല്ല. നമുക്ക് പല അസഹരികളെയും അറിയാം. അവിടെ 3 മാസത്തെ കോഴ്സിൽ പോയി വന്നിട്ട് കേരളത്തിൽ ഞാൻ അസഹരിയാണെന്ന് പറയുന്ന ആളുകൾ അറിയാം. ശിഹാബ് തങ്ങൾ ഈജിപ്ത് പോയി പഠിക്കുകയാണ് ചെയ്തത്. ഈജിപ്ത് പോയി പഠിച്ചു വന്ന തങ്ങൾക്ക് അറിയാം. തങ്ങൾ സാഹിത്യത്തിന്റെ ചില ഗ്രന്ഥങ്ങളെ പറ്റിയിട്ട് തങ്ങൾ തിരുത്തിയിട്ട് വെച്ച സിലബസിൽ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കുകളുണ്ട്. കോഴ്സിന് ഒരു പേരിടണം എന്ന് പറഞ്ഞ സമയത്ത് ഒരു പേര് എന്തിനാ എന്ന് ചോദിച്ചു. എന്തിനാണ് ഒരു ബാലൻ? ഞാൻ ആ ചോദ്യത്തെ വലിയ പ്രാധാന്യത്തോടു കൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഒറ്റടിക്ക് കേട്ടാൽ ഇപ്പൊ ഒരു തമാശക്കുള്ള ചോദ്യമാണ്. പക്ഷെ തങ്ങളുടെ വ്യക്തിത്വം ഒരു ലോക വ്യക്തിത്വമായിരുന്നു എന്ന് തിരിച്ചറിയാനുള്ള ഒരു ചെറിയ തെളിവാണ്. കേരളത്തിൽ മാത്രമാണ് ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിയ ആൾക്ക് അതിനോടൊരു പേരും പാലും ഉണ്ടാകുക. നമ്മൾ അസറിന് ഇറങ്ങിയ ആളുകൾ അസഹരിന്ന് കേരളത്തിൽ വിളിക്കാറുണ്ടെങ്കിൽ ലോകത്താർ അങ്ങനെ പറയാറില്ല. ഇവിടെ ഖത്തർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങിയ ഒരു പണ്ഡിതനെ പറ്റി ഖത്തരിയിലോ അല്ലെങ്കിൽ ജാമ്യയിലോ അങ്ങനെ എന്തെങ്കിലും യൂണിവേഴ്സിറ്റിയോട് ബന്ധപ്പെടുത്തി പേര് വിളിക്കാറില്ല. അപ്പൊ തങ്ങൾ ലോക തലത്തിലാണ് കാര്യങ്ങൾ വീക്ഷിക്കുന്നത്. വ്യത്യസ്തമായ സിലബസ് ആണ്, ലോക നിലവാരത്തിലുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തിനാണ് അങ്ങനെ ഒരു വാല് പിന്നെയാണ്? അപ്പൊ കേരളത്തിലെ സാഹചര്യങ്ങളും പശ്ചാത്തലമൊക്കെ അത് വേണ്ടതാണല്ലോ എന്ന കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോൾ തങ്ങൾ തന്നെ തെരഞ്ഞെടുത്ത പേരായിരുന്നു വാഫി എന്നത്. തങ്ങൾ കാണിച്ച ആ ഒരു സംരക്ഷണത്തിന്റെ തണൽ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് പുതിയ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് തങ്ങൾ കൊടുത്ത ശ്രദ്ധ, പരിരക്ഷ മഹാനായ ഹൈദരലി ശിഹാബ് തങ്ങളും തുടർന്ന് തന്നുകൊണ്ടിരിക്കുന്നതിന് ഏറ്റവും വലിയ തണലിലും ആശ്വാസത്തിലുമാണ് ഞങ്ങൾ. ഈ വാഫി സിലബസ് എന്ന് പറയുന്നത് 46 കോളേജുകളായി വലിയ സംരംഭമായപ്പോ പെൺകുട്ടികൾക്ക് 5 കോളേജ് ആയിട്ടുള്ളൂ. അങ്ങനെ ഇതിനൊരു ഒന്നിച്ചൊരു ആസ്ഥാനം വേണമെന്ന ഒരു വലിയൊരു പ്രതിസന്ധി മുന്നിൽ വന്നിരുന്നപ്പോ ഹൈദരലി ശിഹാബ് തങ്ങൾ ഒരാൾ മാത്രം, അങ്ങനെ തന്നെ പറയാൻ പറ്റും, ഹൈദരലി ശിഹാബ് തങ്ങൾ പ്രത്യേക താല്പര്യമെടുത്തിട്ട് കാളികാവിലെ ബാപ്പുഹാജി എന്ന വലിയ വിശാല മനസ്സിന്റെ ഉടമയായ ദീനി സേവകനോട് ബന്ധപ്പെടുകയും അദ്ദേഹം 15 ഏക്കർ ഭൂമി ഇതിന്റെ ഒരു ആസ്ഥാനത്തിന് വേണ്ടി സംഭാവന നൽകുകയും വഖഫ് ചെയ്യുകയും ഉണ്ടായി. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ ഒറ്റ താല്പര്യത്തിന്റെ പുറത്താണ് അത് സംഭവിച്ചിട്ടുള്ളത്.
അല്ലാഹു അതിലെ കേന്ദ്രം മറ്റ് ബിൽഡിങ്ങുകളും മറ്റു കാര്യങ്ങളും പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് തരുമാറാവട്ടെ. വിദ്യാഭ്യാസ രംഗത്ത് ശിഹാബ് തങ്ങൾ ചെയ്ത സംഭാവനകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. വിദ്യാഭ്യാസ രംഗത്തുള്ള ഈ താല്പര്യം ശിഹാബ് തങ്ങൾക്ക് മാത്രം ഉണ്ടായിരുന്നതല്ല, പൂക്കോയത്തങ്ങളും അങ്ങനെയായിരുന്നു. അതാണല്ലോ നമ്മൾ പറഞ്ഞ ശിഹാബ് തങ്ങളെ പറഞ്ഞു വെച്ചതും മറ്റും. ഷിയാലിക്കോ എന്ന് പറയുന്ന തങ്ങളുടെ കൂടെ അന്ന് എം സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥി തന്റെ അനുഭവം ഒരു ഇന്റർവ്യൂവിൽ പങ്കുവെക്കുന്നുണ്ട്. ഷിയാലിക്കോ പറയുകയാണ്, ഞങ്ങള് വെക്കേഷന്റെ സമയമായി കഴിഞ്ഞാൽ പാണക്കാട് തറവാട്ടിൽ വരും. അങ്ങനെ പാണക്കാട് വന്നു കഴിഞ്ഞാൽ പൂക്കോയത്തങ്ങൾ ഞങ്ങളെ വിടൂല. പൂക്കോയത്തങ്ങൾ പറയും നിങ്ങൾ ഇവിടെ നിൽക്കണമെന്ന്. അന്ന് നിർത്തിയിട്ട് പൂക്കോയത്തങ്ങൾ ഞങ്ങളെ വിടുമായിരുന്നുള്ളൂ. എന്നല്ല ഷിയാലിക്കോയെ പറഞ്ഞ മറ്റൊരു സംഭവം ഉണ്ട്. ഞങ്ങൾ എം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ബാഡ്മിന്റൺ കളിക്കുമായിരുന്നു. ഷിയാബ് നല്ല ബോഡി സൈസും ഒരു ആകാര വലിപ്പൊക്കെ ഉള്ള ആളാണല്ലോ. ഷിയാബ് ബാഡ്മിന്റൺ കളിക്കുമ്പോൾ ഏറ്റവും ബാക്ക് ലൈനിലാണ് നിൽക്കുക. കളിക്കുമ്പോൾ 2 ടീമായിട്ടാണ് ഉണ്ടാവുക. സ്വാഭാവികം. കളി നടക്കുമ്പോ ബോള് പുറത്തു പോയിട്ടുണ്ടോ, ലൈനകത്താണോ പുറത്താണോ വീണത് എന്ന തർക്കം വരുമ്പോ ശിഹാബ് തങ്ങളാണ് അവസാനം തീരുമാനം പറഞ്ഞത്. അന്ന് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് അല്ല, അന്ന് കേരളം എല്ലാവരും എല്ലാ പത്രങ്ങളിലും ചാനലുകളും നിറഞ്ഞിരിക്കുന്ന ശിഹാബ് തങ്ങളല്ല. എം സ്കൂളിൽ അവരെ കൂടെ എല്ലാ കളിയുടെ വാശിയും വികാരം കൂടോട് കൂടി കളിക്കുന്ന ഒരു കളിയുടെ ഒരു കൂട്ടുകാരൻ മാത്രമാണ്. ശിഹാബ് തങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 2 ടീമിനും തീരുമാനമായി ബോള് അകത്താണോ പുറത്താണോ എന്ന്. ഞാൻ ഈ ശിഹാബ് തങ്ങളുടെ അൽ അമീനെ കാണുകയാണ്. മക്കക്കാരെ അൽ അമീൻ എന്ന് വിളിച്ച അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, കുട്ടിയായ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ പുനർനിർമ്മാണത്തിന്റെ സമയത്ത് തീരുമാനം എടുക്കാൻ കഴിയാത്ത ഖുറൈശി നേതാക്കന്മാർ ശരീരത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ശീല പിടിച്ചിട്ട് ഹജറുൽ അസ്വദിനെ അകത്തേക്ക് വെച്ചോളൂ, എന്നിട്ട് എല്ലാവരും ഒരു നിലയിൽ പിടിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് തീർപ്പ് കൽപ്പിച്ച അൽ അമീൻ എന്ന് വെട്ടാൻ വേണ്ടി വന്ന ശത്രുക്കൾ പോലും സർട്ടിഫിക്കറ്റ് കൊടുത്ത അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 40ാമത്തെ പേരക്കുട്ടിയായിരുന്നു ഇത്. ഷിയാലിക്കോയ ഇത് സ്മരിക്കുന്ന സമയത്ത് മുഹമ്മദ് അലി തങ്ങൾ സ്വന്തം മുമ്പിൽ ഇരിക്കുന്നുണ്ട്. സംഭവത്തിന്റെ വിശ്വാസ്യത കൂടുകയാണ്. ഇതായിരുന്നു ശിഹാബ് തങ്ങൾ. ശിഹാബ് തങ്ങളുടെ ഈ വ്യക്തിത്വവും ഈ സത്യസന്ധതയും ഈ ഗുണഗണങ്ങളും ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. അവരെ സൗന്ദര്യം കൊടുക്കുന്നത് 2 കാര്യമാണ്. ഹുസ്നുൽ ഖുൽഖി, സൽസ്വഭാവവും വശീയമോ പരമ്പരാഗതമായി കിട്ടിയിട്ടുള്ള കുറെ ഗുണങ്ങളും എന്ന്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കൂട്ടുകാരോടുണ്ടായിരുന്ന ബന്ധത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയുണ്ടായി. അതിനുശേഷം ശിഹാബ് തങ്ങൾ ദർസിൽ ചേർന്നു. ദർസിൽ ചേർന്നപ്പോൾ ഹൈദരലി തങ്ങള് മുഹമ്മദ് അലി തങ്ങളുടെ സ്മരണയിൽ എഴുതുന്നുണ്ട്, കാക്ക ദർസിൽ പഠിച്ചിരുന്ന സമയത്ത് ദർസിലെ കൂട്ടുകാരെ പാണക്കാട് വന്നിരുന്നു, പാണക്കാട് വന്ന് പാർക്കാൻ വന്നിരുന്നു എന്ന്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ മുഹമ്മദ് അലി ബാക്കവി സ്മരിക്കുന്ന ഒരു സംഭവം കൂടി ഇവിടെ നമ്മൾ എടുത്തു വെക്കേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ദർസിൽ ചാർജ് എടുത്ത സമയത്ത് 26 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ 26 കുട്ടികളുടെ ചെലവിന്റെ കാര്യം വന്നു. ചെലവിന്റെ കാര്യം തീരുമാനിക്കാൻ വേണ്ടി ആദ്യം പള്ളിക്ക് അങ്ങനെ എല്ലാ രംഗമാരും ഉണ്ടെന്നോ മുഹമ്മദ് അലി തങ്ങൾ പറഞ്ഞു, നമ്മളെല്ലാവരും ഈ 2 കുട്ടികളെ വീതം ഏറ്റെടുക്കുക. അതായത് മുഹമ്മദ് അലി തങ്ങളുടെ വീട്ടിൽ 2 കുട്ടികളുടെ ചെലവിന് സാധിക്കലുകളുടെ വീട്ടിൽ ഉമറിന്റെ വീട്ടിൽ അങ്ങനെ ഈ 6 കുട്ടികളെ ഇങ്ങനെ ഓരോരുത്തരും 5 രംഗന്മാരും 2 കുട്ടികളെ വീതം ഏറ്റെടുത്തപ്പോൾ ബാക്കിയുള്ളതിന് മറ്റുള്ളവർ ഏറ്റെടുക്കണമല്ലോ. അപ്പൊ മുമ്പിൽ ഉണ്ടായിരുന്ന സാമ്പത്തികമായിട്ട് കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്ന ഒരാളോട് ഉമർലിത്തങ്ങൾ പറഞ്ഞാൽ ഇവർ കുട്ടികളെ ഏറ്റെടുക്കണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കുറച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് പ്രയാസങ്ങളുണ്ട്. എന്തോ ചില പ്രയാസങ്ങൾ പറഞ്ഞു. ഇപ്പൊ സാമ്പത്തികമായിട്ട് ആശ്വാസം ഉണ്ടെങ്കിൽ വീട്ടിൽ വന്ന് ഭക്ഷണം കൊടുക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും പലർക്കും. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, വീട്ടിൽ വന്ന് ഭക്ഷണം കൊടുക്കുന്നതായിരിക്കും ഫുൾ ചെലവാങ്ങോട്ട് പൈസ കൊടുക്കുന്നതിനേക്കാളും പലർക്കും ബുദ്ധിമുട്ടുണ്ടാവുക. പാലക്കാട് തങ്ങന്മാർ 2 കുട്ടികളെ വീതം ഏറ്റെടുത്തതിന് ശേഷമാണ് ചോദിക്കുന്നത് ഒരാളെ ഏറ്റെടുക്കാൻ. ഇത് പറഞ്ഞ ഉമർലിത്തങ്ങൾ അല്ലെങ്കിൽ ഉമർലിത്തങ്ങളുടെ വ്യക്തിത്വത്തെ കുറിച്ച് നമുക്കൊക്കെ അറിയാമല്ലോ. നമ്മൾ വലിയകളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാലും നമ്മൾ കൂടെ സ്മരിക്കപ്പെടേണ്ട വ്യക്തിത്വങ്ങളാണ് ഉമർലി തങ്ങളും വാഫക്കി തങ്ങളും പൂക്കോയ തങ്ങളും എല്ലാം. ഉമർലി തങ്ങൾ ഉടൻ പറഞ്ഞു, അന്ന് പള്ളിക്ക് മൂലയ്ക്ക് ചെലവിന് വീട്ടിൽ ചെലവ് കൊണ്ടുകൊടുക്കുന്ന ഒരാളുണ്ടാവും, അയാളോട് പറഞ്ഞു, നിങ്ങൾ ഏറ്റെടുക്കുന്ന കുട്ടിയാണ്. കൂട്ടത്തിൽ ഏറ്റവും സാമ്പത്തികമായി മോശം ഉണ്ടാവുന്ന ആളായിരിക്കും സ്വാഭാവികമായിട്ടും നാടുകളുടെ ഒരു പശ്ചാത്തലം നോക്കും. അങ്ങനെ സാപ്പാട് പിരിഞ്ഞതിന് ശേഷം ഉമർലി തങ്ങൾ ഇയാളോട് വിളിച്ചിട്ട് പറഞ്ഞു, ഞാനത് സഭയിൽ നിന്നുള്ള കാര്യം പറഞ്ഞു, പക്ഷെ ആ കുട്ടി എന്റെ വീട്ടിൽ വന്നോട്ടോ. ഇതാണ് അറിവിന് പറ്റാവുന്ന താങ്ങും താലും കയ്യും കൊടുക്കാൻ പാണക്കാട് കൊടുക്കും. ഇവരെ നമ്മൾ തിരിച്ചറിയണം, പഠിക്കണം. അപ്പോൾ മാത്രമേ നമ്മൾ നേതാക്കന്മാരാണെന്ന് പറഞ്ഞിട്ട് ഉയർത്തിപ്പിടിക്കാനുള്ള അർത്ഥം നമുക്ക് ഉള്ളൂ. പ്രകൃതിയെ സ്നേഹിച്ച
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രികാലങ്ങളിൽ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറയുമായിരുന്നു, അള്ളാഹു എനിക്ക് ഏൽപ്പിച്ചൊരു ദൗത്യമില്ലായിരുന്നെങ്കിൽ ഈ ആകാശങ്ങളിലെ നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും നോക്കി കിടക്കാനായിരുന്നു എനിക്ക് ഇഷ്ടമെന്ന് അർത്ഥം വരുന്ന ഹദീസുകളിൽ കാണാം. ആ ഒരു അള്ളാഹുവിന്റെ റസൂലിന്റെ അത്ഭുതകരമായ സാദൃശ്യം ശിഹാബ് പല രംഗങ്ങളിലും കാണുന്നുണ്ട്. എന്റെ അനിയൻ ഇയാസ് ഇപ്പോൾ വളാഞ്ചേരി മർക്കസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അനിയൻ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത പറമ്പിലൊരു ദേശാടക്കിളി വഴിതെറ്റി വരുന്ന സന്ദർഭമുണ്ട്. എങ്ങനെയോ വഴിതെറ്റി വന്ന് അടുത്തൊരു പറമ്പിൽ വന്നത് കുറച്ച് വലുപ്പമുള്ള ഒരു ദേശാടക്കിളി. ഇവനത് വേഗം പിടിച്ച് ഇതാക്കി. അപ്പോൾ ഉപ്പ ബഷീർലി തങ്ങളുടെ കുടിയിരിക്കലിന് പോകാൻ വേണ്ടി നിൽക്കുക. ഉപ്പ പറഞ്ഞത് നമുക്ക് തങ്ങൾക്ക് കൊടുക്കാമോ? അങ്ങനെ ഇവ ഇതിനെയും കൊണ്ട് ഉപ്പാന്റെ കൂടെ കൂടി അതിന്റെ വേണ്ടി അങ്ങനെ തങ്ങൾക്ക് നേരിട്ട് സമ്മാനിക്കാനൊരു ഭാഗ്യം ഉണ്ടായി. അതോടുകൂടി തീർന്നു എന്നാണ് അവരും വിചാരിച്ചത്, ഞങ്ങളൊക്കെ വിചാരിച്ചത്. പക്ഷെ പിന്നെ കുറെ ദിവസം കഴിഞ്ഞ് വളാഞ്ചേരി മർക്കസിന്റെ ദീർഘകാല സെക്രട്ടറി ആയിരുന്ന കുഞ്ഞുട്ടി ഹാജി KK ഉസ്താദിന്റെ അനുസ്മരണ സന്ദർഭത്തിൽ ഉപ്പാനോട് ചോദിച്ചു, ആരാണ് നിങ്ങളെ കൂട്ടത്തിൽ ഇല്ലാസ് എന്നൊക്കെ പറഞ്ഞ ഒരു കുട്ടി ആരാണെന്ന് ചോദിച്ചു. അപ്പൊ വേഗം അനിയൻ ചെന്നു, എന്നോട് താങ്കൾ പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, തന്ന കിളി എങ്ങനെ തിന്നാൻ കൊടുത്തിട്ടും അത് നിന്നിട്ടില്ലേ, ചത്തു പോയിട്ടുണ്ടോ? അങ്ങനെ എന്തൊക്കെയാണ് ഈ സമൂഹത്തിൽ നിന്ന് കാണുന്നത്? ഒരു നിസ്സാരനായ ഒരു കുട്ടിയെ ഇത്രയധികം ഇത്രയധികം പരിഗണിക്കേണ്ടതുണ്ടോ നമ്മൾക്ക്? ഒരു കിളിയെ ഇത്രയധികം സ്നേഹിക്കേണ്ടതുണ്ടോ നമ്മൾക്ക്? തങ്ങൾ പ്രകൃതിയോടുള്ള സ്നേഹം നമുക്കൊന്ന് സങ്കല്പിക്കാൻ കഴിയാത്തൊരു തരത്തിലായി. അബ്ദുള്ള പറയുകയാണ്, തങ്ങള് വീട്ടിലൊരിക്കൽ വളരെ ലേറ്റ് ആയിട്ട് വന്നൊരു ദിവസം വാതിലൊക്കെ അടച്ച് തങ്ങൾ കിടന്നിരുന്നു. പക്ഷെ വീട്ടിന്റെ മുറ്റത്തുള്ള ഒരു മരത്തിൽ കുറച്ച് ദിവസമായിട്ട് ഒരു കിളി വന്ന് ശബ്ദം ഉണ്ടാക്കുകയായിരുന്നു. അവർക്ക് കുയിലിന്റെ പോലത്തെ ഒരു ശബ്ദം. അങ്ങനെ അന്ന് ഈ പറയുന്ന ദിവസം അതുണ്ടായപ്പോ തങ്ങൾക്ക് വാതിലടിച്ച് കിടന്ന തങ്ങളാ ബൈക്കിൽ വന്ന ആളാണ്. രണ്ടാമത് വാതിൽ തുറന്നിട്ട് ടോർച്ച് എടുത്ത് വന്ന് അപ്പൊ ഇവരാകെ ഓടി ചെന്നു. അബ്ദുള്ള ചെന്നിട്ട് ചോദിച്ചു, എന്ത് തങ്ങൾ എന്താണ് സംഭവം എന്ന് ചോദിച്ചു. അല്ല, ഇവിടുന്ന് ഒരു കിളിന്റെ ശബ്ദം കേട്ടു, നമുക്ക് ആ കിളി ഏറാമെന്ന് നോക്കുക. എന്നിട്ട് ആ മരത്തുമ്മ കിളിയെ കണ്ടുപിടിക്കണം ടോർച്ചിട്ട് തെരഞ്ഞു. ഇതാണ് ആ കിളി എന്ന് തിരിച്ചറിഞ്ഞപ്പോ ആണ് കണ്ണ് തിരിച്ചു പോയത്. ഒരു അസാധാരണത്വമല്ലേ? എനിക്കിതൊരു അസ്വാഭാവികതയായി തോന്നുകയാണ്. പ്രകൃതിയോടുള്ള ബന്ധം. അള്ളാഹുവിന്റെ റസൂലിന്റെ 70ഓളം അനുചരന്മാർ, ഹംസ ഉൾപ്പെടെയുള്ള അനുചരന്മാര് ഷഹീദായത് ഏതൊരു മലയുടെ ചോട്ടിൽ വെച്ചാണോ ആ മലയുടെ ചാരത്തിലൂടെ അനുചരന്മാർ കടന്നു പോകുമ്പോൾ നബി ബാക്കിലുള്ള അനുചരന്മാരോട് തിരിഞ്ഞു നിന്നിട്ട് പറയാണ്, ഇതാ ഉഹദ് മല, നമ്മൾ സ്നേഹിക്കുന്ന മല എന്ന്. പ്രകൃതിയോടുള്ള ബന്ധമാണ്. നബിക്ക് വേണമെങ്കിൽ നമ്മളൊക്കെ ഇന്നത്തെ അന്ധവിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ കുറെ ദുശകലങ്ങൾ പറയാമായിരുന്നു. ഹംസന്റെ ജീവിതം പോയ മലയാണ്. ആ മലയുടെ കാരണത്താലാണ് യഥാർത്ഥത്തിൽ ആ യുദ്ധം തോറ്റത്. കാരണം മലയുടെ പിന്നിൽ കൂടെ വന്നതുകൊണ്ടാണ് യുദ്ധത്തിൽ പരാജയം ഏൽക്കേണ്ടി വന്നത്. തന്ത്രങ്ങൾ പ്രകൃതിയോട് അങ്ങേയറ്റം ബന്ധപ്പെട്ട് കിടക്കുന്നു. മുഹമ്മദ് അലി ബാഖവി പറയുന്ന ഒരു സംഭവം കൂടെയുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ തങ്ങള് ഞങ്ങളുടെ പള്ളിയിൽ വന്നു. 1996 ഒക്ടോബർ 9 അദ്ദേഹം ഡേറ്റ് അടക്കം പറഞ്ഞു. 1996 ഒക്ടോബർ 9 തങ്ങൾ ലൊഗറിന് ഏകദേശം ഒരു 11 മണിയായിരിക്കുന്ന സമയത്ത് തിരക്കില്ലാത്ത സമയമായതുകൊണ്ട് പള്ളിയിൽ വന്നിട്ട് ഞങ്ങൾ കുറെ നേരം സംസാരിച്ചു കഴിഞ്ഞ് തങ്ങൾ നിന്ന് പുറത്തേക്കും ഞാൻ മുകളിലേക്കും പള്ളി ഉസ്താദിന്റെ റൂമിലേക്ക് കയറി പോയിരുന്നു. പക്ഷെ തങ്ങൾ ഇങ്ങനെ താഴത്ത് നിൽക്കുന്നത് ഞാൻ കണ്ടു. താഴത്തിങ്ങനെ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ പള്ളിക്കാട്ടിൽ ആ സമയത്ത് തൊലി കിഴിച്ചു കൊണ്ട് ഞങ്ങളെ നാശത്തിൽ തൊലി കിഴിക്കാനാണ്, തൊലി കളയാണ്. ഈ മരങ്ങളുടെയൊക്കെ ഇലകളും കൊമ്പൊക്കെ വെച്ചിട്ട് മറ്റ് തെങ്ങിനൊക്കെ വളരും. അത് ചെയ്തത് കൊണ്ട് കുറെ ഈന്തിന്റെ മരങ്ങൾ, അറിയില്ലേ, ഈന്തിന്റെ മരങ്ങൾ അതിന്റെ ചില്ലകൾ കട്ട് ചെയ്തതിനു ശേഷം പുതിയ ചില്ല ഇങ്ങനെ തളുത്ത് വരും. അതിന്റെ ആ തുടക്ക സമയത്ത് കാണാൻ നല്ല ഭംഗിയാണ്. പാണക്കാട് പള്ളിക്കാട്ടിൽ അങ്ങനത്തെ കുറെ വരിയായിരുന്നു. തങ്ങള് ഉസ്താദിനെ വീണ്ടും കൈ കാണിച്ച് ഇവിടെ വരി വർദ്ധിപ്പിച്ചു. അപ്പൊ ഉസ്താദ് വിചാരിച്ചു കാര്യമായ എന്തോ ആയിരിക്കും വിചാരിച്ചു ഓടി ചെന്നതാണ്. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എടുത്തൊരു ക്യാമറ ഉണ്ടെന്ന് ചോദിച്ചു. എന്ത് തന്നപ്പോ ക്യാമറ? അല്ലെങ്കിൽ ക്യാമറ ഉണ്ടെങ്കിൽ എടുത്തോളൂ, നമുക്ക് രണ്ടാളും ഇവിടെ ഫോട്ടോ എടുക്കുക. അതെന്ത്? അല്ല ഈ ഇതിന്റെ മരകളിൽ നിലനിരയായിട്ട് എന്തോ ഒരു രസമുണ്ട് എന്ന്. അപ്പൊ ഉസ്താദ് പറഞ്ഞു, ഞാനിത് എന്തും കാണാൻ
അതിന് പറഞ്ഞ അപ്പൊ തങ്ങളെ മറുപടി ആ ചോദ്യത്തിൽ ഈ പ്രപഞ്ചത്തിലെ ദിനരാത്രങ്ങളും മറിഞ്ഞു വരുന്നതിലും ഈ പ്രപഞ്ചത്തിലെ ചെടികളിലും പറവുകളിലും എല്ലാം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഒരിക്കൽ നമ്മുടെ പാകിസ്ഥാൻ പറയാണ്, ഒരിക്കൽ പാണക്കാട്ടൊരു വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ പുഴ കുറച്ച് കയറിയിട്ട് കുറച്ച് വെള്ളം കിടന്നിട്ടുണ്ടായി. തങ്ങളുടെ വീടിന്റെ ഒരു സൈഡിലൂടെയാണ് പള്ളിയിലേക്കുള്ള വഴി പോകുന്നത്, നമുക്കൊക്കെ അറിയാം. ആ വഴിയിൽ വെള്ളം കെട്ടിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായി. ഒരു ദിവസം രാവിലെ തങ്ങൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ വരികയാണ്, ഒരു ബ്രഷ് എടുത്തിട്ട് വരികയാണ്. അപ്പൊ എന്താ സംഭവം എന്ന് തിരിച്ചറിയാത്തത് കൊണ്ട് ഉസ്താദ് വേഗം എന്തിനായിട്ട് പോയി ബ്രഷ് ചെയ്യുന്നത് മനസ്സിലായില്ല, പലതും കഴുകാനോ മാറാനോ എന്താന്ന് വിചാരിച്ചിട്ട് ഹൗലിന്റെ കര കഴുകാൻ ബ്രഷ് ചെയ്ത് അതൊക്കെ കഴിഞ്ഞു. അപ്പൊ തങ്ങൾ വെച്ചിട്ട് ഇതുകൊണ്ടാ പല്ലേക്ക് അപ്പൊ നിങ്ങൾ പല്ല് തേക്കുന്ന ബ്രഷ് എടുത്തിട്ട് വരികയാണ്. അങ്ങനെ പല്ല് തേക്കുന്ന ബ്രഷ് എടുത്തുകൊണ്ട് വന്നിട്ട് തങ്ങൾ പറഞ്ഞു, നമുക്ക് ഇവിടെ ഇല്ലാണ്ട് പല്ല് തേക്കുകയാണ്. പണക്കാട് പള്ളിയുടെ ആ തിണ്ടിൽ ഇരുന്നുകൊണ്ട് അവർ രണ്ടുപേരും പല്ല് വെച്ചു. അപ്പൊ ഈ ഉസ്താദിന്റെ ഒരു രഹസ്യം മനസ്സിലായിട്ട് ഉസ്താദ് ചോദിച്ചു, എന്തിനാണ് ഞങ്ങൾ പല്ലേക്കണം? അപ്പൊ തങ്ങൾ മറുപടി, അത് നമുക്ക് ഒരു കാലത്ത് പറയാം, ഇവിടെ പാലക്കാട് പള്ളിന്റെ മുറ്റത്ത് വിലയ വെള്ളം വന്നെന്ന് നമ്മളെ പല്ല് വെച്ചിട്ട് വെള്ളം വന്നു. അപ്പൊ അതിന് ഇതുവരെ അവിടെ നിന്ന് അത്ര വെള്ളം വന്നിട്ടില്ല. ഒരു മനസ്സിന്റെ ചില മാറ്റങ്ങൾ, ഭാവ വ്യത്യാസങ്ങൾ എത്ര സുന്ദരമായിട്ടാണ് നമ്മൾ വായിച്ചെടുക്കുന്നത്. സമാനമായ കുറെ സംഭവങ്ങൾ ഹദീസിന്റെ നമുക്ക് തോന്നുന്നത് എന്താ നബി അവിടെ അങ്ങനെ പെരുമാറുന്നത്, ആ രീതിയിൽ തോന്നുന്ന കുറെ സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന് കാണാൻ പറ്റും. ചെടികളോടും മൃഗങ്ങളോടൊക്കെ വലിയ താല്പര്യമായിരുന്നു. അത് അവിടെ പോയി നമുക്കൊക്കെ വ്യക്തമായിട്ട് അറിയുന്ന കാര്യമാണ്. കുരങ്ങനെ പോലെയുള്ള ഒരുപാട് മൃഗങ്ങളെ വളർത്തിയിരുന്നു. അതുപോലെ ചെടികളെ ചെട്ടിയിൽ വളർത്തിയിട്ട് ആലൊക്കെ ചെറിയ രൂപത്തിൽ എന്തായാലും ഒരു പേരുണ്ടല്ലോ, ആ രൂപത്തിൽ വളർത്തുന്ന ചെടികളൊക്കെ അങ്ങനെ വളർത്തിയിട്ട് അതൊക്കെ തങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അതിനൊക്കെ സ്വന്തം തന്നെ ചെന്ന് പരിചരണങ്ങൾ നടത്തിയിരുന്നു. അമേരിക്കയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് വന്ന സമയത്ത് വീടിന്റെ ജനൽ തുറക്കുന്ന ഭാഗത്ത് പൂന്തോട്ടുണ്ടാക്കിയിരുന്നു. സ്വന്തം ചെന്ന ചെടിയൊക്കെ നനക്കും. അതിലൊക്കെ ഒരു വലിയ ആനന്ദം കണ്ടിരുന്നു. പ്രകൃതിയോട് ഇതിലപ്പുറം ഇനി എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നത് നമ്മളെ കാണാനാണ്. അതിനെ പറ്റി പറയുന്ന ഏറ്റവും വലിയ മുഖമുദ്ര മതനിരപേക്ഷതയാണ്. കണ്ടിന്യൂ ചെയ്യണോ, നിർത്തണോ? അസൗകര്യമുള്ളവർക്ക് പോകാം, നാളെ ഡ്യൂട്ടിയുള്ളവർ ഉണ്ടാവാം. ഇത് നമ്മള് അപ്പുറത്തോട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ആവശ്യക്കാർക്ക് വേണമെങ്കിൽ നമ്മൾ യൂട്യൂബിൽ നിന്ന് മറ്റോ കാണാൻ പറ്റിയിരിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു. എനിക്കൊക്കെ മുമ്പിൽ എത്ര ആളെന്നുള്ള ഒരു പ്രശ്നമല്ല. തങ്ങളെ പറ്റി പറയുമ്പോൾ ഏറ്റവും വലിയ ഒരു മുഖമുദ്ര ആയിട്ട് നമ്മൾ പറയാറുള്ളത് മതനിരപേക്ഷതയാണ്. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം, തങ്ങളുടെ മതേതരത്വം എന്ന് പറയുന്നത് നമ്മൾ പലരും സ്റ്റേജിൽ കയറിയിട്ട് അടിച്ച് കിട്ടുന്ന മതേതരത്വമല്ല. അതായത് നമുക്കൊക്കെ മതേതരത്വം പറഞ്ഞു പലരും മുസ്ലിം ലീഗിന്റെ ലീഗ് എന്നുള്ള പേര് മാത്രമായിരുന്നെങ്കിൽ, മുസ്ലിം എന്നുള്ള വാദത്തിന് ഇല്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇതിന് റീച്ച് ഔട്ട് കിട്ടുമായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന മതേതരത്വം എത്തിയിട്ടുള്ളത്. അതല്ല ശിഹാബ് തങ്ങളുടെ മതേതരത്വം. ശിഹാബ് തങ്ങളുടെ മതേതരത്വം, ശിഹാബ് തങ്ങൾ നിലയുറച്ച വിശ്വാസം അടിസ്ഥാനപരമായി കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ മറ്റു മതങ്ങളെയും മറ്റാളുകളെയും ഉൾക്കൊള്ളാനും അവരോട് സഹിഷ്ണുതയോടുകൂടി പെരുമാറാനും കഴിഞ്ഞിരുന്നു എന്നതാണ്. ഈ ദിശയിൽ നമ്മുടെ ദേശമംഗലം ബഷീർ ഫൈസി ദേശമംഗലം പ്രസംഗിക്കുന്ന ഒരു സംഭവം ഞാൻ എടുത്തു വെക്കാൻ ആഗ്രഹിക്കുകയാണ്. അതേപോലെ മഹല്ലിലെ പള്ളിയിലെ ഓടിന്റെ പള്ളിയാണ്. മഹല്ലിലെ പള്ളിയോട് ചേർന്നുണ്ടായിരുന്ന മുസ്ലിം സഹോദരന്റെ വീട്ടിൽ നിന്ന് വരുന്ന തെങ്ങ്, അതിന്റെ തേങ്ങ മുഴുവൻ വീഴുന്നത് പള്ളിയുടെ പുറകോട്ടാണ്. പള്ളി കമ്മിറ്റി ഓട് മാറ്റി കുഴങ്ങി. ഇത് തന്നെ ഒരു പണി. അങ്ങനെ അവസാനം അതൊരു പ്രശ്നമായപ്പോ അപ്പുറത്തെ സൈഡിൽ RSSകാരൊക്കെ ഇടപെട്ടു. ദേവകി എന്നായിരുന്നു വീട്ടിലെ ഉടമസ്ഥ സ്ത്രീയുടെ പേര്. അതൊരു കമ്മ്യൂണൽ ഇഷ്യൂ ആയി വളരും എന്നൊരു പേടി വന്ന സന്ദർഭത്തില് വേഗം ആളുകൾ ഇടപെട്ടത് പാണക്കാട്ടേക്ക് വെക്കാമെന്ന് തീരുമാനം. പാണക്കാട്ടേക്ക് കേസ് വെച്ചു. പാണക്കാട്ടെന്ന തീരുമാനം എന്ത് ആകുമെന്ന് പള്ളി കമ്മിറ്റിക്കാർ സാധ്യത കാത്തിരിക്കുകയാണ്. കാരണം പള്ളി എന്തായാലും ഇപ്പോ പള്ളിയുടെ ഭാഗത്തല്ലേ തങ്ങൾ നിൽക്കുള്ളൂ എന്നാണ് അവർ പ്രതീക്ഷിച്ചത്. അങ്ങനെ തങ്ങൾ രണ്ടു കൂട്ടരെ കേസൊക്കെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം വേഗം ആ മേശയുടെ വലിപ്പുണ്ട് തോന്നിട്ട് ഒരു പൈസ കെട്ടിട്ട് കൊടുത്തു. പള്ളി കമ്മിറ്റിയുടെ സെക്രട്ടറി കൊടുത്തു. ഇതിന്റെ ആദ്യത്തെ സംഭാവന ഞങ്ങൾ വേഗം പള്ളിയും പാസ്സാക്കിയിട്ടുണ്ട്.
എന്നിട്ട് കുറച്ച് പൈസ ഈ സഹോദരിക്കും കൊടുത്തു. ഇതിന്റെ ഒരു അനുഗ്രഹത്തിന് വേണ്ടി കൊടുക്കുകയാണ്. ഇത് കേട്ടിട്ട് ഇവര് വേഗം തീരുമാനമാക്കി തങ്ങൾ ബാബ ഞങ്ങളടുത്ത് തെറ്റ് പറ്റിപ്പോയതാണ്, നിങ്ങൾക്ക് എന്നെ കുറിച്ചോളാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് ഈജിപ്ത് ഭരിച്ചിരുന്ന അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു ആഫ്രിക്കൻ ഉപഭൂഖണ്ഡത്തിൽ ആകമാനം ആദ്യമായി വന്ന പള്ളി മസ്ജിദ് അംർ ഇബ്നുൽ ആസ് ഇപ്പോഴും നെറ്റിലൊക്കെ വെച്ചാണ്. ഈ പള്ളിയുടെ നിർമ്മാണം നടക്കുന്ന സമയത്ത് ആ പള്ളിയുടെ കോമ്പൗണ്ടിൽ എങ്ങനെയായാലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത രീതിയിൽ ഒരു ക്രിസ്തീയതായ ഈജിപ്തിൽ ആദ്യം ഉണ്ടായിരുന്ന വംശജരാണ് ക്രിസ്ത്യാനികളായിക്കോളെ ക്രിസ്ത്യ അവരുടെ സ്വതന്ത്രമായ ആൾക്കാർ. ഈ ക്രിസ്തീയതായ ഒരു സ്ത്രീയുടെ ഒരു വീടിന്റെ സ്ഥലം വരുന്നുണ്ട്. ഒരുപാട് തവണ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അവരോട് സംസാരിച്ചു നോക്കി, പണം തരാം, അവർ ചോദിക്കുന്ന പണം തരാം എന്ന രീതിയിൽ. പക്ഷേ പുരോഹിതന്മാരുടെ ഒക്കെ ഒരു സ്വാധീനം കൊണ്ട് അവരത് വിട്ടുകൊടുക്കാൻ തയ്യാറായി. അങ്ങനെ അവസാനം അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു ഗത്യന്തരം കഴിഞ്ഞാൽ അതൊക്കെ പൊളിച്ചു മാറ്റി പള്ളി ഉണ്ടാക്കി. എത്ര വേണമെങ്കിലും പണം തരാം, എവിടെ വേണമെങ്കിലും സ്ഥലം തരാം. പക്ഷെ പുരോഹിതന്മാരുടെ ഒക്കെ ഇടപെടൽ കൊണ്ട് വേഗം കേസ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ അടുത്ത് മദീനയിൽ എത്തിക്കാനുള്ള വഴിയൊക്കെ ഉണ്ടാക്കി. കേസ് മദീനയിലാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ അടുത്തെത്തിയപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു വേഗം ഒരു കത്തെഴുതി പള്ളി മാറ്റി കൊടുത്തു. ഇതാണ് ഇസ്ലാമിന്റെ ചരിത്രം. ഒന്ന് അവിടെയാണ്, ഒന്ന് ഇവിടെയാണ്. ഇബ്രാഹിം ഫൈസി റിപ്പൺ ഉസ്താദ്, കോക്കിപ്പറമ്പ് വാഫി കോളേജിന്റെ പ്രിൻസിപ്പൽ ഇബ്രാഹിം ഫൈസി റിപ്പൺ ഉസ്താദ് എന്നോട് ഒരു അനുഭവം പറയുകയുണ്ടായി. കുണ്ടൂര് മൂലക്കൽ എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായ പള്ളിയെ പറ്റി. നായന്മാരുടെ അടുത്ത് നിന്ന് വാങ്ങിയ പള്ളിയാണ്. പള്ളിയിൽ ആ സ്ഥലമാണ്. ആ സ്ഥലത്ത് ഒരു പള്ളി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടക്കുമ്പോൾ അവിടെയുള്ള നായന്മാർക്കൊക്കെ അത് ഭയങ്കര അസ്വസ്ഥത, അവർ സമ്മതിക്കണില്ല. ആ സമയത്താണ് ഞങ്ങൾ മലേഷ്യയിൽ പോയത്. മലേഷ്യയിൽ ചെന്നപ്പോൾ ഇവരോട് വന്നുള്ള ചില നായന്മാരൊക്കെ അവിടെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ അവര് തങ്ങളോട് ചെന്ന് സംസാരിച്ച് തങ്ങൾക്ക് വിഷയം ബോധ്യപ്പെട്ടു. തിരിച്ചു വന്നപ്പോൾ എന്തോ ആവശ്യത്തിന് പാണക്കാട് ചെന്ന ഇബ്രാഹിം ഫൈസി ഉസ്താദിനോട് സംസാരിക്കുന്നത് നിങ്ങൾ എവിടുന്നാന്ന് വെച്ചു. കുണ്ടൂരിനാണ് നിങ്ങളോട് ഒരു കാര്യം പറയാനെന്ന് പറഞ്ഞിട്ട് തങ്ങൾ ഈ വിഷയം പറഞ്ഞു. നിങ്ങളവിടെ കമ്മിറ്റിക്കാരോട് പറഞ്ഞിട്ട് പള്ളി വേണ്ടാണ്. കാരണം അവിടെ പള്ളി ഒരുപാടുണ്ട്. വെറുതെ എന്തിനാണ് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഒരു പള്ളി? മസ്ജിദുൽ ഹിറാർ എന്നൊക്കെ ഖുർആനിൽ പറയുന്നില്ലേ? പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പള്ളി ഉണ്ടാക്കുന്ന പരിപാടി ഇസ്ലാമിലില്ല. മുഹമ്മദ് നബിക്ക് അത് സ്വീകാര്യവുമില്ല. തങ്ങളുടെ മതനിരപേക്ഷത ഇതൊക്കെയായിരുന്നു. റഹീമേച്ചേരി എഴുതുന്നുണ്ട്, തായ്ലാന്റിൽ നിന്ന് വന്ന ഒരു ബുദ്ധ ഭിക്ഷുകി തങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം താമസിച്ചിരുന്നു എന്ന്. നമ്മൾ വേറെ ആംഗിളിൽ നോക്കുമ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവിന്റെ വീട്ടിൽ മറ്റൊരു മതത്തിന്റെ പുരോഹിതൻ വന്ന് താമസിക്കുന്നത്. വേറെ പുരോഹിതന്റെ വീട്ടിലാണ് നമുക്ക് ആ ദൃശ്യം കാണാൻ കഴിയില്ല. ഇതും മുഖോയതങ്ങളിൽ നിന്ന് വരുന്ന തുടർച്ചയാണ്. മുഖോയതങ്ങളെ കുറിച്ച് റഹീമേച്ചേരി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതുന്നുണ്ട്. മലപ്പുറം കുന്നിൻമുകളിൽ ഒരു ചർച്ച് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ക്രിസ്ത്യൻ സഭ തീരുമാനിച്ചപ്പോൾ അവിടുത്തെ നഗരസഭ സമ്മതം കൊടുത്തില്ല. അങ്ങനെ പ്രശ്നം വലുതായി. ക്രിസ്ത്യാനികളെല്ലാം കൂടി സംഘം ചേർന്ന് പ്രക്ഷോഭത്തിൽ എഴുതുന്ന സമയത്ത് ഭൂഗോളങ്ങൾ വിഷയത്തിൽ ഇടപെട്ടു. നഗരസഭയെ കൊണ്ട് സമ്മതിപ്പിച്ചു. അവർ ചർച്ച ഉണ്ടാക്കി ചെയ്തു. ഹിന്ദു മത നിരപേക്ഷതയെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഇതല്ലേ മതനിരപേക്ഷത? കായികമില്ലത്ത് മഞ്ചേരിയിൽ വരുന്ന സമയത്ത് പലപ്പോഴും താമസിച്ചിരുന്നത് തന്റെ ഒരു ഹിന്ദു സുഹൃത്തിന്റെ വീട്ടിലായിരുന്നു എന്ന് റഹീമേച്ചേരി എഴുതുന്നത്. മറ്റ് സമുദായങ്ങളോടുള്ള സഹവർത്തിത്വം പോലെ തന്നെ സമുദായത്തിനകത്തുള്ള ഐക്യവും മുഹമ്മദ് അലി തങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായിരുന്നു. വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. പൂക്കൊല്ലങ്ങളുടെ കാലത്ത് മലപ്പുറത്ത് ഒന്നിച്ച് എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഈദ്ഗാഹ് ഉണ്ടാക്കി. ആ ഈദ്ഗാഹിൽ കുത്തുബ നടത്തിയത് പൂക്കോയത്തങ്ങളും നിസ്കാരം നിർവഹിച്ചത് പൂക്കോയത്തങ്ങളും പിന്നീട് കുത്തുബ നിർവഹിക്കാൻ വേണ്ടി ക്ഷണിച്ചത് മുജാഹിദിന്റെ വലിയ നേതാവായ അബ്ദുൽ ഗഫൂർ മൗലവി. താനൂർ പൂക്കോയത്തങ്ങളെ പര്യടനം നടത്തുന്ന സമയത്ത് ഇത് നമ്മുടെ അഹമ്മദ് സാഹിബ് ഞാൻ അറിയുന്ന നേതാക്കൾ എന്ന പുസ്തകത്തിൽ ഉദ്ധരിക്കുന്ന ഈ സംഭവം. താനൂർ പര്യടനം നടത്തുന്ന സമയത്ത് കോൺഗ്രസിന്റെ വലിയ നേതാവായിരുന്ന ഹസനാൽ കുട്ടിയെ വഴിയിൽ വെച്ച് കണ്ടു. ഹസനാൽ കുട്ടിയുടെ നിർബന്ധത്തിന് വേണ്ടിയിട്ട് പൂക്കോയത്തങ്ങൾ അവരുടെ വീട്ടിൽ ചെന്നു സൽക്കാരത്തിൽ പങ്കെടുത്തു. അവിടെയുള്ള പ്രവർത്തകന്മാർക്ക് അത്ഭുതമായിരുന്നു. ഇവരുടെയൊക്കെ മനസ്സിൽ അതിവിശാലായിരുന്നു. രാഷ്ട്രീയപരമായിട്ട് ആ സമയത്തൊക്കെ എത്രത്തോളം എങ്ങനെയായിരുന്നു കോൺഗ്രസിനോട് ലീഗിന്റെ പ്രവർത്തകരെ നിങ്ങളോട് അത് പറയേണ്ട കാര്യമില്ല. മുജാഹിദുകളായ കെ എം മൗലവിയും അതുപോലെ തന്നെ CD സാഹിബും ഒക്കെ നിർമ്മിച്ച തിരൂരങ്ങാടിയിലെ പള്ളിയിൽ സുന്നിയായ ബാഫക്കി തങ്ങളാണ് ഉദ്ഘാടനം ചെയ്തത്. ഇവരൊക്കെ
സുന്നിയായിരുന്നു, ഇവരൊക്കെ പ്രതിനിധാനം ചെയ്ത സുന്നിസം എത്രത്തോളം ഉള്ളതാണെന്നൊക്കെ നമുക്ക് ആർക്കും തർക്കമില്ലാത്ത സുസമ്മതമായ കാര്യങ്ങളല്ല. അപ്പൊ സമുദായത്തിനകത്തുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കെ എങ്ങനെയെങ്കിലും നമുക്ക് ഒന്നിച്ചു പോകാൻ പറ്റുമോ എന്ന് ഇവർ ശ്രമിച്ചിരുന്നു. ചരിത്രത്തിന്റെ ഒരു വസ്തുതയാണ്, നിഷേധിക്കാൻ കഴിയുന്നത്. ശിഹാബ് തങ്ങളുടെ റോള് വന്നപ്പോഴും അത് പരമാവധി ശ്രമിച്ചിരുന്നു. തങ്ങള് എത്രത്തോളം വെച്ച് കഴിഞ്ഞാൽ തങ്ങളെ തള്ളിപ്പറഞ്ഞ കിട്ടിയ അവസരങ്ങളിലൊക്കെ നേരിട്ടോ അല്ലെങ്കിൽ തന്റെ അനുയായികളോ തള്ളിപ്പറഞ്ഞ ആളുകളോട് വരെ വളരെ അവര് അറിയിക്കുന്നുണ്ടോ ഇല്ലെന്ന് അറിയില്ല, തങ്ങൾ എന്തായാലും അതിനൊക്കെ വേണ്ട രീതിയിൽ ബഹുമാനത്തോടുകൂടി പെരുമാറി. അത്തരം ഒരു സംഘത്തിന്റെ നേതാവ് ഈ സ്മരണികയിൽ എഴുതുന്നത് ഞാൻ വായിക്കുന്നത്, കല്യാണത്തിന്റെ സന്ദർഭത്തിൽ വന്നപ്പോ അവിടെ 3 കസേരകൾ ഉണ്ടായിരുന്നു. ഒന്ന് വരന്, ഒന്ന് വരന്റെ വാപ്പാക്ക്, ഒന്ന് തങ്ങൾക്കും. ഇയാള് കടന്നു വന്നപ്പോ തങ്ങൾ ഉടൻ വീട്ടിലെ ആളോട് പറയാൻ വേഗം കസേര എടുത്തോണ്ടിരുന്നു. അങ്ങനെ മുന്നിൽ വിട്ടിട്ട് ഇവര് 4 പേര് കൂടി ഇരിക്കാനുള്ള സന്ദർഭം ഉണ്ടാക്കി. ഒരു കസേരയുടെ ബഹുമാനാണ് അദ്ദേഹം ലേഖനത്തിന് ഹെഡിങ് കൊടുത്തത്. അദ്ദേഹം തന്നെ പറയുന്നത്, ഞാനും ഞങ്ങളും തമ്മിൽ അവസാനം കണ്ട സമയത്ത് 20 മിനിറ്റോളം നമ്മൾ എന്നോട് സംസാരിച്ചത് നമുക്ക് എങ്ങനെ ഐക്യപ്പെടാം എന്നതിനെ കുറിച്ച്. മുസ്ലിം ലീഗ് പൊതുവേദി സമുദായത്തിന്റെ എല്ലാവർക്കും ഒന്നിച്ചിരിക്കാവുന്ന ഒരു വേദിയായി തീരാൻ തങ്ങളും ശ്രമിച്ചിരുന്നു. അതിനർത്ഥം ഞാൻ നേരത്തെ ആ തുടക്കത്തിൽ പറഞ്ഞ നിങ്ങൾ മറക്കരുത്, തങ്ങൾ ഇതെല്ലാം ചെയ്തത് മറ്റു മതക്കാരോട് സഹിഷ്ണുതയോടുകൂടി പെരുമാറിയതും സമുദായത്തിനകത്തുള്ള ചേർതിരിവുകൾക്കിടയിൽ എല്ലാവരെയും ഉൾക്കൊള്ളാൻ ശ്രമിച്ചതും തങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന കൃത്യമായ നിലപാട് തമ്മിൽ ഉറച്ചു നിന്നുകൊണ്ടായിരുന്നു. തങ്ങൾ കൃത്യമായ സമസ്തക്കാരനായിരുന്നു, സുന്നിയായിരുന്നു, എല്ലാമായിരുന്നു. പക്ഷേ അതെല്ലാം ആയിരിക്കട്ടെ മുപ്പയങ്ങളെ പോലെ തന്നെ മറ്റുള്ളവരെ കൂടി ഉൾക്കൊള്ളാൻ വേണ്ടി തങ്ങൾ ശ്രമിച്ചു എന്നത് ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ നിഷേധിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. മുജാഹിദ് കുട്ടശ്ശേരി സാഹിബ് വർത്തമാന പത്രം തുടങ്ങുന്ന കാര്യത്തിനെ കുറിച്ച് എഴുതുന്നുണ്ട് തങ്ങൾ അനുസ്മരണയിൽ. വർത്തമാന പത്രം തുടങ്ങിയില്ല, സമുദായത്തിന്റെ ഉള്ളിൽ നിന്നുള്ള പാണക്കാട് എതിരറിയിക്കാൻ വേണ്ടി ചെന്നതാണ്. അപ്പൊ തങ്ങൾ പറഞ്ഞ ഒറ്റ നിബന്ധന എനിക്കുള്ളൂ, അത് ചന്ദ്രികയെ ബാധിക്കരുത് എന്ന്. ചന്ദ്രിക നമ്മുടെ ഒരു പൊതു ജിഹ്വയായി ഉയർന്നു നിൽക്കട്ടെ എന്ന് തങ്ങൾ അത്രയും ശ്രദ്ധിച്ചിരുന്നു എന്നർത്ഥം. ഇനിയും നമുക്ക് 3-4 ഭാഗങ്ങളിലൂടെ പഠിച്ചെത്താറുണ്ട്. പക്ഷെ സമയം ഇത്രയും ഒക്കെ ആയതുകൊണ്ട് ഇൻഷാല്ലാ മറ്റൊരു സന്ദർഭങ്ങളിൽ ഇൻഷാല്ലാ നമുക്ക് തന്നെ ഉണ്ടല്ലോ, നമുക്ക് പരസ്പരം പറയാനും കേൾക്കാനും പഠിക്കാനും ഇതൊക്കെ മാതൃക ഉൾക്കൊള്ളാനുള്ള സൗഫീഖ് പെരുമാറാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാസ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.